നമ്മള് ഈ വണ്ടി ഒരു ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കാനുള്ള ഈ കപ്പൽ ഒരു ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കാനുള്ളതാ. സാധാരണ നമ്മളൊരു കോഴ്സ് ചെയ്യുമ്പോ, ആ കോഴ്സ് ചെയ്യും. ആ കോഴ്സ് നമ്മൾ പൂർത്തിയാക്കും. ആ കോഴ്സിന്റെ ഇടയില് ഞാന് നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ തരും എന്നുള്ളതാണ് സാധാരണഗതിയിൽ ഉണ്ടാവല്. എന്നാൽ ഇത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിക്കൊണ്ട് ഇതൊരു ഓർഡറിലാണ് നമ്മൾ പോവാൻ പോണത്. നിങ്ങള് ഇതിന്റെ ക്ലാസ് മിസ്സാക്കി കഴിഞ്ഞാല് റെക്കോർഡിങ്സ് വരുന്നുണ്ടായിരിക്കും. മിസ്സാക്കിയാലും നിങ്ങൾ റെക്കോർഡിങ്സ് കാണാം. കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മേ ബി ചിലപ്പോ അതിന്റെ കണ്ടിന്യൂറ്റി കിട്ടിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ട് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കാരണം നമ്മള് ഈ പോകുന്നത് നമ്മളെപ്പോഴും മനസ്സിലാക്കുക നമുക്കൊരു ഒരു നമ്മളെ ലൈഫിലും നമ്മളുടെ എല്ലാ കാര്യത്തിലും നമുക്കൊരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. എന്താണ് ലക്ഷ്യം? ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മളിപ്പോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോ കോയമ്പത്തൂര് നിന്ന് ഒരാള് നമ്മൾ ആരെങ്കിലും ഒരാൾ കോയമ്പത്തൂര് നിന്ന് നേരെ വന്നിട്ട് പാലക്കാട് KSRTC സ്റ്റാൻഡിൽ ബസ് ഇറങ്ങാം. നമുക്ക് പോവേണ്ടത് മലപ്പുറത്തേക്കായിരിക്കാം. മലപ്പുറത്തേക്കാണ്. അതായത് IT അക്കാഡമിയിലേക്കാണ് എത്തേണ്ടത്. സ്വാഭാവികമായിട്ടും അവിടെ കുറെ ബസ്സുകൾ നിർത്തിയിട്ടുണ്ട്. ആ ബസ്സില് കുറെ ബസ്സുണ്ട്. നല്ല ഭംഗിയുള്ള ബസ്സുണ്ട്. AC ബസ്സുണ്ട്. പിന്നെ സൂപ്പർ ഫാസ്റ്റ് ബസ് നിൽക്കുന്നുണ്ട്. ഇപ്പോ പുതിയ KSRTCന്റെ പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞ് വന്ന സ്വിഫ്റ്റ് ബസ് നിൽക്കുന്നുണ്ട്. എല്ലാം ഉണ്ട്. അതില് ഒരു ബസ് തൃശ്ശൂരിലേക്കാണ്. ഒരു ബസ് എറണാകുളത്തേക്കാണ്. ഒരു ബസ് കോട്ടയത്തേക്കാണ്. ഒരു ബസ് ട്രിവാൻഡ്രത്തേക്കാണ്. ഒരു ബസ് കോഴിക്കോട്ടേക്കാണ്. മലപ്പുറം വഴി കോഴിക്കോട്ടേക്കാണ്. ഒരു ബസ് കോയമ്പത്തൂരേക്ക് തിരിച്ചു പോകുന്നതാണ്. ഒരു ബസ് പൊള്ളാച്ചിയിലേക്കുള്ളതാണ്. ഒരു ബസ് നെന്മാറയ്ക്കുള്ളതാണ്. ഒരു ബസ് മണ്ണാർക്കാട്ടേക്കുള്ളതാണ്. ഒരു ബസ് അട്ടപ്പാടിക്കുള്ള അങ്ങനെ കുറേ ബസ്സുകൾ നിർത്തിയിട്ടുണ്ട്. നമ്മള് ഓടി ചെന്നിട്ട് ഒരു ഭംഗിയുള്ള ബസ്സിൽ പോയിട്ടാണോ കേറുക? അതോ ബുദ്ധിയുള്ള ഒരാള് ആദ്യം എന്താണ് നോക്കുക? ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ ആദ്യം നോക്കുക ആ ബസ്സിന്റെ ബോർഡാണ് നോക്കുക. ആ ബോർഡ് നോക്കുന്നതിന് മുന്നേ അയാൾക്കൊരു തീരുമാനം ഉണ്ടായിരിക്കും ഞാൻ എങ്ങോട്ടേക്കാണ് പോവേണ്ടത് എന്ന്. അല്ലേ? അങ്ങനെ ഉണ്ടാവില്ലേ? എങ്ങോട്ടേക്കാണ് പോവേണ്ടത് എന്നൊരു തീരുമാനം ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു ലക്ഷ്യം നമുക്ക് നമ്മളെ ലൈഫിൽ ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും എത്തിപ്പെടാൻ സാധിക്കില്ല. ആ ബസ്സിൽ കയറുമ്പോ ആ ബസ് എത്ര സ്പീഡ് പോകുന്നോ, അത് എങ്ങനെയൊക്കെ ഡ്രൈവ് ചെയ്ത് പോകുന്നോ, ഇതൊന്നും നമ്മൾ ചിന്തിക്കാറില്ല. ഇതൊന്നും നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമില്ല. എങ്ങനെയെന്ന് നമ്മൾ ഇപ്പൊ ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ നമുക്ക് അങ്ങ് ദൂരെയുള്ള ആ സ്ഥലം നമ്മളുടെ വിഷനിൽ നമുക്ക് കാണാൻ സാധിക്കണം. എങ്ങനെ കാണും? അതൊരു വലിയ ടാസ്കാണ്. അതിന് നമ്മളൊരു സമയം വെക്കണം. എനിക്ക് ഇത്ര സമയം കൊണ്ട് ഞാൻ പറയുന്നു 2026 2026 ഡിസംബർ മാസത്തിൽ ഡിസംബർ 31 ആവുമ്പോഴേക്ക് ഞാൻ ഇന്ന ആളായി മാറിയിരിക്കും. ഞാൻ ഇന്ന പൊസിഷനിലേക്ക് എത്തിയിരിക്കും. എനിക്ക് ഇന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരണം എന്നുള്ള ഒരു തീരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതിലേക്ക് യാത്ര ചെയ്യാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ഒരാള് ബസ് സ്റ്റാൻഡിൽ ചെല്ലുന്നു, കിട്ടിയ ബസ്സിൽ കയറുന്നു, എന്നിട്ട് മലപ്പുറത്തേക്ക് പോകണം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഇമ്പോസിബിൾ. സാധിക്കില്ല. തൃശ്ശൂരിലേക്കുള്ള ബസ് കയറിയിട്ട് ഇല്ല, പറ്റില്ല. എന്തൊക്കെ സംഭവിച്ചാലും ആ ഡ്രൈവർക്ക് അറിയാം ഞാൻ മലപ്പുറത്തേക്ക് എടുക്കുന്ന ബസ് മലപ്പുറത്തേക്ക് തന്നെ പോകുകയുള്ളൂ. അത് ഒരിക്കലും ട്രിവാൻഡ്രത്തേക്ക് തിരിച്ചു വിടില്ല. കാരണം അതിന്റെ ഫ്രണ്ടിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ആ ബോർഡ് എങ്ങോട്ടേക്കാണോ വെച്ചത് അങ്ങോട്ടേക്ക് അത് യാത്ര ചെയ്യുള്ളൂ. അതേപോലെയാണ് നമുക്കൊരു ബോർഡ് വേണം. ഞാൻ എങ്ങോട്ടേക്കാണ് പോകുന്നത്? എന്റെ ജീവിതത്തിൽ എനിക്ക് ഇത്ര മതിയോ? അതോ എനിക്കൊരു നല്ല പൊസിഷനിൽ എത്തണം എന്ന ആവശ്യമുണ്ടോ? എന്നുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആദ്യം നമ്മളെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ആ ബോർഡാണ് നമ്മൾ ആദ്യം വെക്കേണ്ടത്. നമ്മൾ മലപ്പുറത്തേക്കാണോ പോകേണ്ടത്?
കോഴിക്കോട്ടേക്കാണോ പോവേണ്ടത്? വയനാട്ടേക്കാണോ പോവേണ്ടത്? എങ്ങോട്ടേക്ക് പോകണം എന്നുള്ള ബോർഡ് നിങ്ങൾ ആദ്യം വെക്കണം. ആ ബോർഡ് അനുസരിച്ചിട്ട് മാത്രമേ നിങ്ങൾക്ക് ആ വാഹനത്തിനെ ഡ്രൈവ് ചെയ്യാൻ സാധിക്കുള്ളൂ. എങ്ങനെ എത്തും എന്നുള്ളതിനെ കുറിച്ചിട്ട് നിങ്ങൾ ചിന്തിക്കേ വേണ്ട. നിങ്ങൾക്ക് എത്തണമോ എത്തണ്ടയോ എന്നുള്ളത് മാത്രമാണ് ചിന്ത. അപ്പൊ നമുക്കൊരു പ്രത്യേകത ഉണ്ട്. നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന എൻവിയോൺമെന്റിൽ നിന്നുകൊണ്ടും, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളുടെ കയ്യിലുള്ള ഇന്ധനം വെച്ചുകൊണ്ടും, അല്ലെങ്കിൽ സ്കില്ലുകൾ വെച്ചുകൊണ്ടും, ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ടും ഒരിക്കലും നമുക്ക് അങ്ങനെ ഉയരത്തിലുള്ള ഒരു ഫ്രീക്വൻസിയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കില്ല. അത് നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. ഗ്യാരണ്ടിയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. ഞാന് ഇങ്ങനെ നിങ്ങളോട് പറയുന്നത്, ഞാനൊരു സമയത്ത് നമ്മള് എന്നോട് ഇതേപോലെ ക്ലാസ്സുകളില് ഇങ്ങനെ ചിന്തിക്കാൻ പറയുന്ന സമയത്ത് നമ്മളോട് പറയും, "നിങ്ങൾക്ക് എത്രയും എത്രയും നിങ്ങൾക്ക് ചിന്തിക്കാം. ചെറുതിനെ നിങ്ങൾ ചിന്തിക്കരുത്" എന്നാണ് പറയാ. ചെറുത് നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾ അത്രയും ചെറുതായി പോവും. നിങ്ങൾ ചിന്തിക്കരുത്. ചെറുതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കരുത്. അപ്പൊ ചെറുതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പൊ ഉള്ള അവസ്ഥ വെച്ചിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എനിക്ക് എത്താൻ പറ്റുമോ എന്നാണ് ചിന്ത. അല്ല, അങ്ങനല്ല. എങ്ങനെ എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേ വേണ്ട. നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് എത്തണം. ആ സ്ഥലം ഏതാണ്? അത് നിങ്ങൾ നിശ്ചയിക്കണം. എനിക്ക് ഇപ്പൊ ഉള്ള ഈ പൊസിഷനിൽ ജീവിച്ചാൽ പോരാ. ഇങ്ങനെ അല്ല എനിക്ക് ജീവിക്കേണ്ടത്. എന്റെ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ടാക്കണം. എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരു വലിയ വിജയമുണ്ടാക്കണം. എനിക്ക് മറ്റുള്ളവരുടെ മുന്നിൽ ഏറ്റവും മികച്ചതായിക്കൊണ്ട് ജീവിക്കണം. എനിക്ക് നല്ല ഒരു ജോലി കിട്ടണം. ആ ജോലിയിൽ എനിക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കണം. എന്റെ കുടുംബത്തിനെ എനിക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കണം. അപ്പൊ നമുക്ക് എന്താണോ കിട്ടേണ്ടത് അത് നിങ്ങൾ തീരുമാനിക്കണം. ഒരു ബിസിനസ് ആണെങ്കിൽ എനിക്ക് പറയാം. ഒരു ബിസിനസ് ആണെങ്കിൽ എനിക്ക് പറയാം. ആ 2026 ലാസ്റ്റ് ആവുമ്പോഴേക്ക് എനിക്ക് ഇത്ര ഇത്ര രൂപയുടെ അസറ്റ് ഉണ്ടാക്കണം എന്ന് പറയാം. അല്ലെങ്കിൽ ഇത്ര രൂപന്റെ ആസ്തി ഇത്ര രൂപന്റെ നെറ്റ്‌വർക്ക് ഉണ്ടാക്കണം എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഇത്ര രൂപയുടെ ടേൺ ഓവർ ഉണ്ടാക്കണം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ നിങ്ങളോട് ഞാൻ എന്ത് പറയും? നിങ്ങളുടെ ലൈഫിൽ ഒരു ലക്ഷ്യം ഉണ്ടാകും. നമുക്ക് ഈ ലക്ഷ്യമില്ലാത്തതിന്റെ കാരണത്താലാണ് നമ്മൾ ഈ ചില ബസ് ഒരാള് ഒരു രാവിലെ മുതൽ ഒരു ബസ് ഒരു ഡ്രൈവർ ബസ് എടുത്തിട്ട് ബസ് സ്റ്റാൻഡിന്ന് പുറത്തേക്ക് ഇറങ്ങും, അകത്തേക്ക് തന്നെ കയറും, പുറത്തേക്ക് തന്നെ ഇറങ്ങും, അകത്തേക്ക് തന്നെ. അതിൽ ആരെങ്കിലും കയറും ആ ബസ്സിൽ? ആരും കയറൂല. ആരും കയറൂല. അതേപോലെയാണ് നമ്മൾ ചില സമയം നമ്മളെ പോക്ക് അങ്ങനെയാണ്. നമുക്കൊരു ലക്ഷ്യമൊന്നുമില്ല. ഈ പോണ പോക്ക് അങ്ങനെ പോവാ. അതിന്റെ ഇടയില് ചില കല്യാണങ്ങൾ വരും, ചില സൽക്കാരങ്ങൾ വരും, ചില ടൂർ വരും. അപ്പൊ നമുക്ക് ഭയങ്കര ആവേശം വരും. അത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും കെട്ടടങ്ങും. നമുക്കൊരു കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്കൊരു ലക്ഷ്യമില്ല. ഒരു കറക്റ്റ് ആയിട്ട് ഒരു തീരുമാനമില്ല. അങ്ങനെ പോയാൽ നമുക്ക് എവിടെ എത്താൻ സാധിക്കൂല. എവിടെ എത്താൻ സാധിക്കൂല. നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാല് നമ്മള് ഹൈ ഫ്രീക്വൻസിയില് ഉള്ള ആളുകളെ കൂടെ കൂടുമ്പോ, ഹൈ ഫ്രീക്വൻസിയിലുള്ള ചിന്താഗതിയിലേക്ക് നമ്മൾ വരുമ്പോ, നമ്മളുടെ പെർഫോമൻസ് ലെവൽ എല്ലാം മാറും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾക്ക് എത്തേണ്ടത് ഇപ്പോ ദുബായിലാണ്. നിങ്ങളെ കയ്യിലുള്ളത് ഒരു ആക്റ്റീവ സ്കൂട്ടറാ. സാധിക്കോ? ഇല്ല. അപ്പൊ നമുക്ക് മനസ്സിലാവും എന്റെ കയ്യിലുള്ള വണ്ടിയുമായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, അങ്ങോട്ടേക്ക് പോവാൻ കഴിയില്ല. അതിന് ഞാൻ എന്ത് ചെയ്യണം? ഫ്ലൈറ്റിന് ടിക്കറ്റ് എടുത്ത് തന്നെ പോണം. വേണ്ടേ? വേണം. ഫ്ലൈറ്റിൽ കയറുമ്പോ നമ്മൾ കെ.എസ്.ആർ.ടി.സി ബസ്സിൽ പോണ രീതിയിലാണോ നമ്മൾ പോവാ? അല്ല. നമ്മളൊരു നല്ല ഒരു 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 ചന്തയിൽ പോയിട്ട് ഒരു സാധനം വാങ്ങുന്നതും, നല്ലൊരു മാളിൽ പോയിട്ട് നല്ലൊരു ഷോറൂമിൽ പോയിട്ട് നമ്മൾ വാങ്ങുന്നതും രണ്ടും രണ്ടാ. നമുക്ക് 50 രൂപക്ക് ബിരിയാണി കിട്ടും. അതേ ബിരിയാണിക്ക് 50 രൂപക്ക് ബിരിയാണി കിട്ടും. അതേപോലെ ബിരിയാണി എന്ന് പറയുന്ന ഈ ഒരു ഡിഷിന് നിങ്ങളൊരു നല്ലൊരു റിസോർട്ടിൽ നിന്നാണ് ഭക്ഷണം കഴിക്കണ വെച്ചാൽ ഒരു 250 ഉറുപ്പിക കൊടുക്കേണ്ടി വരും. നമ്മൾക്ക് അരച്ചാൻ വയറ് നിറയാനുള്ള ഒരു 250 ഗ്രാം, 300 ഗ്രാം അല്ലെങ്കിൽ 400 ഗ്രാം ഭക്ഷണമാണ് നമുക്ക് വേണ്ടത്. അത് 50 രൂപേന്റെ കഴിച്ചാലും വയറ് നിറയും. പിന്നെ 250 കഴിച്ചാലും നമുക്ക് അത്ര തന്നെ ആവും. എന്താണ് അതിന്റെ ഡിഫറൻസ്?
നമുക്ക് 50 രൂപയ്ക്ക് കിട്ടുന്ന ബിരിയാണി ഒരു പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞിട്ടാണ് തരുന്നത്. 250 രൂപയ്ക്ക് തരുന്ന ബിരിയാണി ഒരു റിസോർട്ടില് ഒരു ഹൈ ആംബിയൻസിലാണ് നമുക്ക് തരുന്നത്. അവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ നല്ല നല്ല അടിപൊളി നല്ലൊരു നല്ലൊരു എനർജറ്റിക് ആയിട്ട് ഒരു നല്ലൊരു എനർജി വൈബ്രേഷൻ ഉള്ള ആളുകളാണ് ഇരിക്കുന്നത്. അവിടെ ഇരുന്നിട്ട് കഴിക്കുമ്പോ അതിനൊരു വേറൊരു സുഖമാണ്. നിങ്ങളൊരു ഭക്ഷണം നല്ലൊരു ഹോട്ടലിലത്തെ ഭക്ഷണം, നല്ല ഹോട്ടലിലെ ഭക്ഷണം, സ്റ്റാൻഡേർഡ് ഹോട്ടലിലെ ഭക്ഷണം നമ്മളത് പാർസൽ കൊടുത്ത് കഴിക്കണതും ആ ഹോട്ടലിൽ പോയി കഴിക്കണം രണ്ടും രണ്ടാ. രണ്ടും രണ്ടാ. റേറ്റ് എല്ലാം ഒരുപോലെ ആയിരിക്കും. ഭക്ഷണം സെയിം ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ആ സ്ഥലത്ത് നിന്ന് കഴിക്കുന്നതും നമ്മൾ അവിടുന്ന് കഴിക്കുന്നതും നമ്മളെ വീട്ടിൽ കൊണ്ടുവന്ന് കഴിക്കുന്നതും രണ്ടും രണ്ടാ. അതിന്റെ എക്സ്പീരിയൻസ് ലെവല് എൻറ്റയർലി ഡിഫറെന്റാ. ഇതേപോലെയാണ് നമുക്ക് ഉയരങ്ങളിലുള്ള ഒരു ചിന്താഗതി വേണം. എനിക്ക് എനിക്ക് വലുതാവണം. എനിക്ക് വലുതാവണം. വയസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ അല്ല വലുതാവേണ്ടത്. പദവികൾ കൊണ്ടും എനിക്ക് കിട്ടേണ്ട മൂല്യങ്ങൾ കൊണ്ടും ഞാൻ വലുതാവണം. അങ്ങനെ ആവണമെങ്കിൽ എന്റെ കയ്യിലുള്ള ആക്റ്റീവ സ്കൂട്ടറുമായി സഞ്ചരിച്ചാലാവില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? അത് എങ്ങനെ ചെയ്യണം? അത് നമുക്ക് പിന്നെ ചെയ്യാം. ആദ്യം ചെയ്യേണ്ടത് എവിടെ എത്തണം എന്നുള്ളതാണ് തീരുമാനിക്കേണ്ടത്. അങ്ങനെ ഒരു ഡെസ്റ്റിനേഷൻ തീരുമാനിക്കാതെ നമ്മൾ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ എവിടെയും എത്തൂല. അതിങ്ങനെ കറങ്ങി കളിക്കും. നിങ്ങൾ ഈ വലിയ വലിയ ചുഴി കാണാം. ചുഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പുഴയിലൊക്കെ പോയി കഴിഞ്ഞാൽ വെള്ളം വരുന്ന സമയത്ത് വലിയ ചുഴി ഉണ്ടാവും. ഈ ചുഴിയിൽ പെട്ട സാധനം അവിടെ കിടന്ന് അങ്ങനെ കറങ്ങും. എവിടെ എത്തൂല. അതങ്ങനെ കറങ്ങും. അതേപോലെയാണ് ഉണ്ടാവുക. അതേപോലെ ഈ ഈ വണ്ടിയൊക്കെ ചളിയിൽ പൂണ്ട് കഴിഞ്ഞാലുള്ള അവസ്ഥ. ആ ടയർ അവിടെ കിടന്ന് ഇങ്ങനെ സ്ലിപ്പായിക്കൊണ്ടേയിരിക്കും. അതേപോലെ നമ്മളും ഇങ്ങനെ കടന്ന് കറങ്ങും. എന്താ കാരണം അറിയോ? നമുക്കൊരു ലക്ഷ്യമില്ല. നമുക്ക് എവിടെ എത്തണ്ട എന്നുള്ളൊരു കാഴ്ചപ്പാടൊന്നുമില്ല. നമുക്ക് ഇന്നത്തെ ദിവസം ഇങ്ങനെ പോണം, നാളത്തെ ദിവസം അങ്ങനെ പോണം. എന്തെങ്കിലും 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 ഒരു ആവശ്യം വന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ലക്ഷ്യമില്ലെങ്കിൽ നമ്മൾ എങ്ങനെ യാത്ര ചെയ്യും? നിങ്ങള് ഒന്ന് നിങ്ങളോട് ചോദിച്ചു നോക്കി. നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടോ? നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടോ? ഈ ലക്ഷ്യമില്ലാത്ത വണ്ടി എങ്ങനെ നമ്മൾ ഒരു കരക്കടുപ്പിക്കും? നിങ്ങൾ ആലോചിച്ച് നോക്കി. സാധിക്കില്ല. ഒരിക്കലും സാധിക്കില്ല. നമുക്ക് സാധിക്കില്ല. കാരണം നമുക്കൊരു ലക്ഷ്യമില്ല. നമുക്ക് ഇന്ന് നേരം വെളുക്കുന്നു, വൈകുന്നേരം ആവുന്നു. കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. നാളെ ഇന്ന് വൈകുന്നേരം ആവുന്നു, കിടന്നുറങ്ങുന്നു. നാളെ നേരം വെളുത്താ കുറെ കാര്യം ചെയ്യുന്നു. അതിന്റെ ഇടയിൽ എന്താ ലക്ഷ്യം? അടുത്ത ഞായറാഴ്ച ഒരു കല്യാണം ഉണ്ട്. അതിനെന്ത് ചെയ്യണം? തയ്യാറാവണം. അത് കഴിഞ്ഞാലോ അതിന്റെ അടുത്ത ആഴ്ച നാത്തൂന്റെ നിക്കാഹ് ഉണ്ട്. അതിന് തയ്യാറാവണം. ആ ലക്ഷ്യമല്ല ഞാൻ ചോദിച്ചത്. ഞാൻ ചോദിച്ചത് നിങ്ങളുടെ ലൈഫിന് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടൊരു ലക്ഷ്യമുണ്ടോ? അങ്ങനെ ഒരു ലക്ഷ്യമില്ലാതെ ഈ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ക്ലബ്ബ് കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല. ഇത് എങ്ങട്ടാ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുപോകാ നിങ്ങളെ? നിങ്ങൾ പറഞ്ഞു ഞാൻ എങ്ങട്ടാ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുപോവാ? ലൈഫിനെ മാറ്റണമെങ്കിൽ എങ്ങട്ടാന്നുള്ളൊരു ലക്ഷ്യം നിങ്ങൾക്ക് വേണ്ടേ? അതില്ലെങ്കിൽ ഞാൻ എങ്ങോട്ടേക്ക് കൊണ്ടുപോകും? എനിക്കറിയില്ല. അതാ ചോദിച്ചത്. നമ്മൾ ഈ ഉയരങ്ങൾ കീഴടക്കുന്നിടത്തോളം നമ്മളെ പവർ കൂടും. എന്താ പറയാ ആംബിയർ കൂടും. നിങ്ങൾ ഈ ഏറ്റവും മുകളിലേക്ക് ഇങ്ങനെ കേറിപ്പോയോക്കി ഒരു വേറൊരു വൈബാക്കാരം ഉണ്ടാവുക. അങ്ങനെ ഉയരത്തിലുള്ളത് ചിന്തിക്കാൻ പറ്റണം. നമ്മൾ ഇപ്പൊ ഉള്ള നിലവാരത്തിൽ നിന്നുകൊണ്ട് ചിന്തിച്ചാൽ നമുക്ക് ഒരിക്കലും ഇപ്പൊ ഉള്ളതിൽ കൂടുതൽ ഒന്നും ചിന്തിക്കാൻ സാധിക്കില്ല. അങ്ങനെ ഒരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെ കാഴ്ചപ്പാടുണ്ടായാൽ നമ്മള് അതിലേക്ക് എത്താനുള്ള വഴികൾ തുറന്നോളും. അത് നമുക്ക് ആക്ഷൻ സെറ്റ് ചെയ്യാം. ആക്ഷൻ പ്ലാനുകളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. അതൊന്നും കുഴപ്പമില്ല. പക്ഷേ ഒരു ലക്ഷ്യം വേണം. ഇതില് ആർക്കെങ്കിലും അങ്ങനെ ഒരു ലക്ഷ്യം ഇപ്പോ ഉണ്ടോ?
ഉണ്ടെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് വിടാം. ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല. യെസ്. എന്ത് ലക്ഷ്യം? ആർക്കുള്ള ആൾക്കാർ ലക്ഷ്യം ടൈപ്പ് ചെയ്യും. ഉണ്ട്. എന്താ ഷിഫ്ന ലക്ഷ്യം? എന്താണ് ലക്ഷ്യം? യെസ്. എന്താണ് ലക്ഷ്യം? ഗുഡ്, ഗുഡ്, ഗുഡ്. വെരി ഗുഡ്, വെരി ഗുഡ്. എന്താണ് ലക്ഷ്യം? നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടോ? നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടോ? ജോബ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നല്ലൊരു ജോബ്. ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും നിങ്ങൾ ജോബ് ചെയ്യണില്ലേ? നിങ്ങൾ എന്താ ജോബ് ചെയ്യണതിന് കുറവുള്ളത്? എന്നും ജോലിയുണ്ട്. എന്നാ നിങ്ങൾക്ക് ജോലി ഇല്ലാത്ത? പക്ഷേ പക്ഷേ യെസ്. ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണം. എന്തായി വർക്ക് ചെയ്യാം? നമ്മളെ ബ്രെയിൻ ഒരു പ്രത്യേകത ഉണ്ട്. യെസ്. എത്രയാവാം? ഇപ്പൊ മനസ്സിലായോ? അവിടെയാണ് പ്രശ്നം. യെസ്. ഇൻഡിപെൻഡന്റ് ആവണം. ഓക്കെ. ഗുഡ്. എന്തിൽ? എവിടെ? എങ് എത്തണം? അതാണ് ചോദ്യം. എങ്ങനത്തെ സ്ഥലത്തെത്തണം? ഓക്കെ. യെസ്. സ്വന്തമായി ഒരു ഐഡന്റിറ്റി വേണം. എന്ത് ഐഡന്റിറ്റി? ഇപ്പൊ ഒരാൾ പറയാണ്, "അനക്ക് എന്താവണം?" "എനിക്കൊരു ഡോക്ടറാവണം." ഏയ്, അത് സ്പെസിഫൈഡ് അല്ല. ഡോക്ടർ പറഞ്ഞാൽ ആയുർവേദ ഡോക്ടർ ആവാം. അല്ല, ആയിക്കൂടെ? ദന്ത ഡോക്ടർ ആവാം. ആയിക്കൂടെ? പിന്നെ ഹോമിയോപ്പതി ആവാം. നാച്ചുറോപ്പതി ആവാം. അതൊക്കെ ഡോക്ടർ തന്നെയാണ്. എന്ത് ഡോക്ടർ? എന്തിന്റെ ഡോക്ടർ? അതാണ് നമ്മളെ ബ്രെയിനിന് റീഡ് ചെയ്യാൻ കഴിയുള്ളൂ. അതാണ് ബ്രെയിന് ഏറ്റവും ഇഷ്ടമുള്ളത്. അതാണ് സ്പെസിഫൈഡ് ആയിട്ട് കൊടുക്കാനുള്ളതാണ്. എന്ത് ഡോക്ടറാണ്? എനിക്കൊരു മെഡിസിൻ, ഒരു ഫിസിഷ്യൻ ആവണം. എനിക്കൊരു ഓർത്തോ ഡോക്ടർ ആവണം. എനിക്കൊരു ഗൈനോക്കോളജിസ്റ്റ് ആവണം. എനിക്കൊരു പീഡിയാട്രിഷ്യൻ ആവണം. എനിക്കൊരു സർജൻ ആവണം. ഇത് ആണ് സത്യത്തിൽ സ്പെസിഫൈ ചെയ്ത വേർഡ്. ആ സ്പെസിഫിക്കേഷൻ നമുക്കുണ്ടെങ്കിൽ മാത്രമേ അതിലേക്ക് എത്താൻ പറ്റുള്ളൂ. മറ്റേതെന്താണ്? ഇപ്പൊ പറഞ്ഞ എനിക്കൊരു ജോലി വേണം. എനിക്ക് ബസ്സിൽ യാത്ര ചെയ്യണം. എങ്ങട്ടാന്നൊന്നുമില്ല. എനിക്ക് ബസ്സിൽ യാത്ര ചെയ്യണം. അതാണ് ഇപ്പൊ ഈ പറഞ്ഞതിനർത്ഥം. എനിക്ക് ബസ്സിൽ യാത്ര ചെയ്യണം. എങ്ങട്ട്? എങ്ങോട്ടേക്കാ? അതെനിക്കറിയില്ല. ബസ്സിൽ യാത്ര ചെയ്യണം. ബസ്സിൽ ഇങ്ങനെ പോണം, കാറ്റ് കൊള്ളണം. ബസ്സിൽ ഇങ്ങനെ ഇരുന്നിട്ട് കാഴ്ചകൾ കാണണം. എങ്ങോട്ടേക്കാ? ഇതാണ് ചോദ്യം. പറ്റില്ല. അങ്ങനൊന്നും പറ്റില്ല. അങ്ങനെ ആ ഈ ആൻസറേക്ക് നമ്മൾ കുറെ കാലമായി നടക്കൽ തുടങ്ങിയിട്ട്. ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ. ഇതുവരെ ഇതിലേക്ക് എത്താൻ പറ്റിയില്ലല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇതായിട്ട് കുറെ കാലമായി നമ്മൾ ഈ കിതാബും കൊണ്ട് നമ്മൾ നടക്കൽ തുടങ്ങിയിട്ട് കുറെ കാലമായി. എങ്ങനെ കിട്ടാനാ? കിട്ടൂല. കിട്ടൂല. ഞാന് കഴിഞ്ഞ ആഴ്ച എനിക്ക് എനിക്ക് ഒരു ആലപ്പുഴയിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പൊ ഞാന് എന്റെ കൂടെ പഠിക്കുന്ന ഒരാളാ. ഒരു ഉണ്ണിയേട്ടൻ എന്ന് പറഞ്ഞ ആളാ. ഒരു 10, 60 വയസ്സൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോ എന്താ അങ്ങനെയാണെങ്കിൽ അയാള് എന്നോട് ചോദിച്ചു, "നിങ്ങൾക്ക് എന്താ പണി?" ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, "സാറേ, ഞാന് ഇങ്ങനെ ഒരു സ്കിൽ ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. 24 വർഷമായി. അപ്പൊ അവിടെ എന്തൊക്കെയാ ഉള്ളത്?" ചോദിച്ചു. പറഞ്ഞു, "IT കോഴ്സുകളുണ്ട്. പിന്നെ കുറെ അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളുണ്ട്. പിന്നെ പ്രീ പ്രൈമറി, മോണ്ടിസോറി, TTC ഇങ്ങനത്തെ കുറെ കോഴ്സുകളുണ്ട്. ഓൺലൈനും ഓഫ്‌ലൈനും ഒക്കെ ഉണ്ട്." അപ്പൊ എന്നോട് അയാൾ ചോദിച്ചു, "ഈ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളുകൾക്ക് എന്താ പഠിക്കാൻ പറ്റുകയെന്ന്" ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, "അല്ല, ഉണ്ണിയേട്ടാ, നിങ്ങൾ എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം" എന്ന് ചോദിച്ചു. വെറുതെ പോയി അയാൾ അങ്ങനെ ചോദിക്കൂലല്ലോ. അപ്പൊ എന്നോട് പറഞ്ഞു, "എന്റെ മോള് എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണ്. പാസ്സായതാണ്. നല്ല മാർക്കുണ്ട്. എന്താ റാങ്ക് ഹോൾഡർ ഒക്കെയാണ്. പക്ഷെ ജോലിയൊന്നും കിട്ടിയിട്ടില്ല. ജോലിയൊന്നും കിട്ടിയിട്ടില്ല." ഞാൻ അയാളോട് ചോദിച്ചു, "നിങ്ങൾ ഇത് പഠിപ്പിക്കുമ്പോ അവളെ ഇഷ്ടം എന്താ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നോ?"
അതല്ല ഞാന് ഗൾഫിലായിരുന്നു കുറെ കാലം. അപ്പൊ അവിടെയൊക്കെ നല്ല സ്കോപ്പ് ഉള്ളത് കണ്ടപ്പോ ഞാൻ അത് പഠിപ്പിക്കാൻ പറഞ്ഞയച്ചാ. നിങ്ങൾ അവളുടെ ഇഷ്ടം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല. അവളുടെ സ്വീറ്റ് സ്പോട്ട് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല. ഇനി ഉണ്ണേട്ടാ നിങ്ങളെ മോക്ക് ഒരു ജോലി ഉണ്ട് എന്റെ മോക്ക്. എന്താണ് ഇപ്പൊ ഉള്ള ജോലി അറിയോ? ഏതോ ഒരു പാരലൽ കോളേജിൽ ഇങ്ങനെ പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. പക്ഷെ അയാൾ അതിൽ സാറ്റിസ്ഫൈഡ് അല്ല. അത് എന്നൊന്നും ക്ലാസ് ഒന്നും ഇല്ല. എന്നൊന്നും പ്രോഗ്രാം ഒന്നും ഇല്ല. അപ്പൊ ഇങ്ങനെ ഒരു 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 സുഖം കിട്ടിയിട്ടില്ല അയാൾക്ക്. അപ്പൊ അയാൾ കരുതിയത് ഇനി എന്തെങ്കിലും ഒരു കോഴ്സ് ചെയ്താല് എന്ത് ചെയ്യും? കുറച്ചും കൂടെ ഏയ് ഇന്റെ അടുത്ത് അങ്ങനെ ഒരു സാധനമല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്റെ അടുത്ത് അങ്ങനെ ഒരു സാധനമല്ല. ഒരു കോഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരാളും കഴിച്ചില്ലാവില്ല. അപ്പൊ ഞാൻ അന്ന് പറഞ്ഞു. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. കുറച്ച് സമയം എനിക്ക് കിട്ടിയുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു കുറച്ച് 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 കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, "ഉണ്ണേട്ടാ ഇങ്ങനെയാണ് കാര്യങ്ങള്." അപ്പൊ എന്നോട് അയാൾ പറഞ്ഞു, "ആ നിശ്വാസ് സാറേ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. കാരണം എന്റെ മകന് ഇൻസ്ട്രുമെന്റേഷനിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ വിദേശത്തൊക്കെ ഭയങ്കര ജോബ് സാധ്യതയുള്ള എഞ്ചിനീയറിംഗ് ആണ്. ഇൻസ്ട്രുമെന്റേഷനിൽ ഈ എന്താ പറയാ പ്രത്യേകിച്ച് ഈ കുവൈത്ത് അതേപോലെ തന്നെ ഈ ഖത്തർ ഈ എണ്ണ പാടങ്ങളുള്ള അതായത് ഈ ഫ്യുവൽ ഇതുള്ള സ്ഥലങ്ങളിലൊക്കെ ഭയങ്കരമായിട്ടുള്ള റിഫൈനറി ഉള്ള സ്ഥലത്ത് ഭയങ്കര ഭയങ്കര ഇതുള്ള ഓപ്പർച്യൂണിറ്റി ഉള്ള. അപ്പൊ അയാള് എന്നോട് പറഞ്ഞു എന്റെ മകന് ഇത് കഴിഞ്ഞതാണ്. നല്ല പഠിച്ച് നല്ല മാർക്കൊക്കെ കിട്ടിയിരുന്നു. ഓന് L&Tയില് ഒരുപാട് കാലമായിട്ട് 3 വർഷമായിട്ട് ജോലി ചെയ്യാണ്. ഇപ്പൊ അവൻ പറയാണ് അവനിപ്പോ ഈ ജോലി വേണ്ട. എക്സ്പീരിയൻസ് ആയി നല്ല സാലറി ഉണ്ട് ഒക്കെ ഉണ്ട്. പക്ഷെ അവൻ പറയാണ് എനിക്ക് ഈ ജോലി വേണ്ട. അതെന്താന്ന് ചോദിച്ചപ്പോ പറഞ്ഞു എനിക്ക് പിന്നെ ആ ജോലി ചെയ്യാൻ വയ്യ. നീ വേറെ എന്തെങ്കിലും ജോലിക്ക് പോട്ടെ. അപ്പൊ അയാളോട് ഞാൻ ചോദിച്ചു നിങ്ങൾ അവനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല. ഇത് നല്ല സ്കോപ്പാണ്. എനിക്കത് അറിയുന്നോണ്ട് ഞാൻ അവനെ അത് പഠിപ്പിച്ചാണ് ഇവിടെ. ഞങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാവണ്ടോ? ഒരു ലക്ഷ്യമില്ലാതെ നമ്മളൊരു ഒരു തോണി കേറിയിട്ട് ആ തോണി അങ്ങനെ തുഴഞ്ഞാ ഒരു ലക്ഷ്യമില്ലെങ്കിൽ അത് കരക്കെടുക്കൂല. ഒരു കപ്പലെടുത്തിട്ട് കടൽ കൂടെ അങ്ങനെ ഓടിച്ചാല് ഒരു ലക്ഷ്യമില്ലെങ്കിൽ അത് എന്ത് ചെയ്യില്ല ഒരു പോർട്ടിലേക്ക് അടുക്കാൻ പറ്റില്ല. കാരണം ഒരു ലക്ഷ്യമില്ല. അതേപോലെ പറ്റൂല. നിങ്ങള് പറയാണ് എനിക്ക് ഒരു ജോലി വേണം. നിങ്ങൾ ജോലി സ്വന്തമായി ഒരു ജോലിയാണ്. സ്വന്തമായാണ് നിങ്ങൾ ചെയ്യുന്ന ജോലി മുഴുവൻ. നിങ്ങളെന്താ കരുതിയത്? നിങ്ങൾ ചെയ്യുന്ന ജോലി മുഴുവൻ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണതാ. വേറെ ആർക്കെങ്കിലും വേണ്ടിയാ ചെയ്യണത് അപ്പൊ നിങ്ങള്? അല്ല. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്ന ജോലിയാ. അതല്ല ചേച്ചി. അതല്ല. നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് കൃത്യമായിട്ട് നിങ്ങൾ ഇപ്പൊ ഉള്ള കഴിവ് വെച്ച് നിങ്ങൾ പറയരുത്. അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ എനിക്കത് ചെയ്യാൻ കഴിയാ. അതുകൊണ്ടാ ഞാനത് പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ അത് നിങ്ങൾ പറയണ്ട. അത് നിങ്ങൾ കാണണ്ട. അത് കാണാൻ നിങ്ങൾ പ്രത്യേകിച്ച് ഒരു പണി എടുക്കണ്ട. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഉയരങ്ങളിലുള്ള ഒരു സ്വപ്നമുണ്ടോ? നിങ്ങൾക്ക് ആ സ്വപ്നം നിങ്ങൾക്ക് നിശ്ചയിക്കാൻ പറ്റുന്നുണ്ടോ? അതിങ്ങനെ കടന്നിട്ട് ഇങ്ങനെ കളിച്ചു പോകുന്ന ഒരു മായയാണോ എന്നാണ് ചോദ്യം. അല്ല നിങ്ങൾക്ക് ഇന്ന സ്ഥലത്ത് എനിക്ക് ഇന്ന സമയമാകുമ്പോഴേക്ക് ഇനി ഇന്ന രീതിയിലുള്ള ഒരു സ്ഥലത്ത് എനിക്ക് എത്തിപ്പെടണം എന്നുള്ള ലക്ഷ്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ആ വിഷൻ ഇല്ലാതെ നമ്മൾ ഈ പണിയെടുത്തിട്ട് കാര്യമില്ല. കാര്യമില്ല. ഇതൊരു സത്യമാണ്. എനിക്ക് എത്രയോ ചെറുപ്പത്തിൽ ഉണ്ടായില്ല. എനിക്ക് അന്ന് വിഷനൊന്നും അറിയാത്ത ആളാണ്. പക്ഷേ അതൊന്നും എനിക്കറിയില്ല. പക്ഷെ അന്നും ഇപ്പോഴാണ് ഇതൊക്കെ ഞാൻ പഠിച്ചതെങ്കിലും അന്നും എന്റെ ഒരു ലക്ഷ്യം എനിക്ക് സ്വന്തമായിട്ടൊരു സ്ഥാപനം വേണം. അന്നും നിങ്ങൾ ഈ പറഞ്ഞ മാതിരി എന്ത് സ്ഥാപനം എന്നൊന്നും എനിക്കറിയില്ല. എനിക്കൊരു ബിസിനസ് വേണം. ഒരു സ്ഥാപനം വേണം. അതില് എനിക്ക് ഇന്നിന്ന സാധനങ്ങൾ ഉണ്ടായിരിക്കണം. എനിക്ക് ഇത്ര രീതിയിൽ വളരാൻ പറ്റണം. ഇതൊക്കെയായിരുന്നു എന്റെ അടുത്തുണ്ടായ എന്റെ സ്വപ്നം. അത്രേ ഉള്ളായിരുന്നു. ആ സ്വപ്നത്തിന് പിന്നീട് ഇങ്ങനെ ക്ലാരിറ്റി ആയി വന്നതാ മെല്ലെ മെല്ലെ. എങ്ങനെ അതിലേക്ക് എത്തിയെന്ന് ചോദിച്ചാൽ എനിക്ക് പോലും അറിയില്ല. എനിക്ക് പോലും അറിയില്ല. ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടതെന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ അറിയില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ കഥകളൊക്കെ നിങ്ങൾ രസകരമായിട്ട് കേൾക്കുന്നുണ്ടെങ്കിലും ആ കഥകളൊന്നും ഞാൻ പോലും ചില കഥകളൊന്നും എന്താ പറയാ കേൾക്കാൻ പോലും ആഗ്രഹിക്കാത്ത കഥകളാണ് ചിലത്. അതല്ല. ഞാൻ ചോദിക്കുന്നത് ഇതാണ് ഒരു പുസ്തകത്തില്, ഒരു ഡയറിയില് നിങ്ങൾക്ക് കൃത്യമായിട്ട് എഴുതാൻ പറ്റുമോ? എനിക്ക് 2026 ഡിസംബർ 31 ആവുമ്പോഴേക്ക് എനിക്ക് ഇന്ന പൊസിഷനിൽ എത്തണം. ഈ കൊക്കക്കോള കമ്പനിക്ക് ഒരു ഒരു ടാർഗറ്റ് വെച്ചത് എങ്ങനെ പറയാം? കൊക്കക്കോള കമ്പനി ടാർഗറ്റ് വെച്ചത്
ഇത്ര വർഷം കഴിയുമ്പോഴേക്ക് 10 വർഷം കണ്ട 10 വർഷം എത്ര വർഷം ആവുമ്പോഴേക്ക് അവര് മനുഷ്യന്റെ ജീവൻ എവിടെയെല്ലാം ഉണ്ടോ അവിടെ എല്ലാം കൊക്കക്കോള ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. ഇന്നതുണ്ടായി. ലോകത്തിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള വേർഡ് എന്ന് പറയുന്നത് ഹലോ എന്നാണ്. ഏതാണ്? ഹലോ, ഹലോ, ഹലോ. നിങ്ങൾ ഏത് രാജ്യത്ത് ചെന്നാലും, ഏത് സ്ഥലത്ത് ചെന്നാലും, ഏത് ആദിവാസിന്റെ അടുത്ത് ചെന്നാലും നിങ്ങൾ ഹലോ എന്ന് പറഞ്ഞാൽ ഒരു തിരിച്ച് ഹലോ പറയും. രണ്ടാമത്തെ വേർഡ് എല്ലാവർക്കും അറിയുന്ന വേർഡാണ് കൊക്കോകോള. ദാറ്റ് ഈസ് ദ റിയാലിറ്റി. ഇതാണ് അതിന്റെ പ്രത്യേകത. ഇതാണ് അതിന്റെ പ്രത്യേകത. അങ്ങനെ ഒരു ലക്ഷ്യമുണ്ടോ എന്നാണ് ചോദ്യം. ഈ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ക്ലബിന് എനിക്കൊരു ലക്ഷ്യമുണ്ട്. എന്താ അറിയങ്ങളെ? 2028 ആകുമ്പോഴേക്കിന് 1,00,000 ആളുകൾ ഇതിൽ പങ്കെടുക്കണം. 1,00,000 ആളുകൾ ഇതിൽ പങ്കെടുക്കണം. 2035 ആകുമ്പോഴത്തേന് എനിക്കൊരു ലക്ഷ്യമുണ്ട്. അത് എനിക്കിപ്പോ കാണാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ അതിന്റെ ഇടയിൽ എന്തെല്ലാം സംഭവിക്കുന്നു നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. ഒരു 3 ഇയറിന്റെ ഉള്ളിലുള്ള കാര്യം മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ, ശരിക്കും വിഷ്വലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള എന്തും സംഭവിച്ചേക്കാം. 2028 അടുത്തൊന്ന് ഒരു ലക്ഷ്യം എന്താ പറയുക? ഒരു ലക്ഷ്യം എന്താ വെച്ചാൽ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ക്ലബ് ഇങ്ങനെ എനിക്ക് ഒരു ക്യാമ്പസ് ആരംഭിക്കണം. എനിക്കൊരു ക്യാമ്പസ് ആരംഭിക്കണം. അവിടെ എന്തെല്ലാം ഉണ്ടാവണം? അത് ഈ മാസം ലാസ്റ്റ് ആകുമ്പോഴേക്ക് ഞാനത് വരച്ച്, അത് ഡിസൈൻ ചെയ്ത്, പേര് കൊടുത്ത്, അതിന്റെ പ്ലാൻ സെറ്റാക്കി, ഇപ്പോൾ ഒരു 10 12 പേജിലുള്ള ഒരു സാധനം സെറ്റാക്കി വെച്ചിരിക്കും. ദാറ്റ് ഇസ് മൈ വിഷൻ ബോർഡ്. അത് എങ്ങനെ എത്താം അതൊന്നും അറിയില്ല. അതൊന്നറിയില്ല. അതൊന്നറിയില്ല. എന്നോട് ഈ പറഞ്ഞ പോലെ ഇത് കാണാൻ പറഞ്ഞപ്പോ ഞാന് ആദ്യത്തെ ആദ്യത്തെ ഒരു സെഷനിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കാണാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കാണാം. നിങ്ങൾ ചെറുത് കാണരുത് എന്ന് പറഞ്ഞപ്പോ ഞാൻ കണ്ടത് ഒരാൾ പോലും ഇല്ലാതെ മാറാല പിടിച്ച് കിടക്കുന്ന ഇന്റെ സ്ഥാപനത്തിൽ നിറയെ കുട്ടികളെയാണ് ഞാൻ കണ്ടത്. ദാറ്റ്സ് എ റിയാലിറ്റി. ഒരാളും ഇല്ല ഇവിടെ. ഇവിടെ ആരുമില്ല എന്ന് ആരുമില്ല. ഞാനുണ്ട്, റസീനയുണ്ട്, നുസ്വത്തും ഉണ്ട്. പിന്നെ അപ്പുറത്ത് സുബ്രഹ്മണ്യന്റെ ക്ലാസ് എടുക്കുന്നുണ്ട്. അങ്ങനത്തെ കുറച്ച് ക്ലാസ്സുകളുണ്ട്. മോൾ ഭാഗത്ത് ആരുമില്ല. മുകള് ഫുള്ള് കാലി. അവിടെ ഞാൻ കണ്ടത് നിറയെ കുട്ടികൾ. നിറയെ കുട്ടികൾ. യൂണിഫോം ഒക്കെ ഇട്ടിട്ട് നിറയെ കുട്ടികൾ. ബസ് സ്റ്റാൻഡിൽ നിറച്ച് കുട്ടികൾ. എല്ലാ IT അക്കാഡമിന്റെ കുട്ടികൾ. ഇതാണ് ഞാൻ കണ്ടത്. അന്ന് ഇവിടെ ഒരൊറ്റ കുട്ടിയില്ല. ആ പറഞ്ഞ ഇതിൽ. ഇവിടെ കുറച്ച് നിലനിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്രീ കോഴ്സ് ഒക്കെ കൊടുത്തിട്ട് ചെറിയ ഫീസൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ എന്താ പറയാ കുറ്റിന വെള്ളം ഇങ്ങനെ മെല്ലെ മെല്ലെ ഇറക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ കണ്ട ഇതാണ്. കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞാൻ അങ്ങനെ ചിന്തിച്ചു, ഹൈ എന്തൊരു പൊട്ടനാണ് ഞാന്. ഇതിപ്പോ എങ്ങനെ സാധിക്ക? ഇതെങ്ങനെ സാധിക്ക? എനിക്കറിയില്ല. പക്ഷേ വിത്തിൻ മന്ത്സ് കൊണ്ട് 6 മാസം കഴിഞ്ഞിട്ട് 6 7 മാസം കഴിഞ്ഞിട്ടുള്ള ക്ലാസ്സിന് ഞാൻ ചെല്ലുമ്പോ എന്റെ സാറിനോട് ഞാൻ പറഞ്ഞത്, സാറേ എനിക്ക് സംസാരിക്കാൻ കുറച്ച് സമയം തരണം. ഒരുപാട് എനിക്ക് പറയാനുണ്ട്. 150ഓളം ആളുകൾ ഇരിക്കുന്ന സ്റ്റേജിൽ കയറിയിട്ട് ആദ്യമായിട്ട് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ 3/4 മണിക്കൂർ സംസാരിച്ചത്. ആദ്യത്തെ ക്ലാസ്സിന് ചെല്ലുമ്പോൾ ഓരോരുത്തർ സംസാരിക്കുന്നത് കാണുമ്പോൾ ഞാനിങ്ങനെ ആഗ്രഹിക്കും, ഇങ്ങനെ എനിക്ക് എന്നാ സംസാരിക്കാൻ കഴിയാം. ഞങ്ങളോട് ഇങ്ങനെ പറയുന്നത് എനിക്ക് അത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ചില കാര്യം ചെയ്യണമെങ്കിൽ നമ്മളെ മുട്ടിങ്ങനെ ഇടിക്കും, കൂട്ടിയിടിക്കും. പേടിയാ. എന്താ കാരണം വെച്ചാൽ പണ്ട് കിട്ടിയ ഒരുപാട് പ്രഹരങ്ങളാണ്. ഒരുപാട് എന്താ പറയാ പേടിപ്പെടുത്തുന്ന വാക്കുകളും നിരുത്സാഹപ്പെടുത്തുന്ന വാക്കുകളൊക്കെയാണ് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഇങ്ങനെ തേട്ടി വരിക സ്വാഭാവികമായിട്ടും. അപ്പൊ നമ്മളിങ്ങനെ ചിന്തിക്കും ഇന്നെ കൊണ്ടൊക്കെ ഇപ്പൊ കഴിയോ? പക്ഷെ സംസാരിച്ച് കഴിഞ്ഞപ്പോ അതിന്റെ റിയാലിറ്റി നമുക്ക് മനസ്സിലായി. അടുത്ത പരിപാടിക്ക് പറയാണ് നിങ്ങൾക്ക്
ഇഷ്ടമുള്ള അടുത്ത അന്ന് തന്നെ രണ്ടാമത്തെ ദിവസം, അതിന്റെ രണ്ടാമത്തെ ദിവസം വീണ്ടും വീണ്ടും ഞാൻ ഇതന്നെ കാണുന്നു. അങ്ങനെ എങ്ങനെ കണ്ണടച്ചാലും ഞാൻ കണ്ടത് ഇവിടെ വരുമ്പോ ഇവിടെ ആരുമില്ല. അത് എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ ഒരാള് വന്ന്, രണ്ടാള് വന്ന്, മൂന്നാള് വന്ന്, തുരുതുരാ ആള് വന്ന് കംപ്ലീറ്റ് നിറഞ്ഞു. ദാറ്റ് ഈസ് ദ റിയാലിറ്റി. ഒരുപാട് കാലങ്ങളായിട്ടുള്ള ആഗ്രഹമായിരുന്നു. ഞാന് കുറച്ച് എന്താ പറയാ, ഏരിയക്ക് വേണ്ടി തുടങ്ങിയതാണെങ്കിലും കുറെ പുറത്തുള്ള സ്ഥലങ്ങളിൽ നിന്ന്, അതായത് മലപ്പുറം ജില്ലക്കാരല്ലാത്ത ഒരുപാട് ആളുകൾ എന്റെ സ്ഥാപനത്തിൽ പഠിക്കണം. എങ്ങനെ ബ്രാഞ്ചുകളൊന്നും തുടങ്ങാതെ തന്നെ എനിക്ക് പഠിപ്പിക്കാൻ പറ്റണം. ഇതിന്റെ ആഗ്രഹവും എന്റെ ലക്ഷ്യം. എങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടില്ല. എങ്ങനെ സാധിക്കും? ഹൗ? എനിക്കറിയില്ല, ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഞാൻ ഇത് കണ്ടു. എന്റെ ലക്ഷ്യത്തിൽ ഞാൻ കണ്ടു. അത് സംഭവിച്ചു. കടം വന്ന് നിൽക്കുന്നവന്റെ മുന്നിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാഹനം സ്വപ്നം കണ്ടോളി എന്ന് പറഞ്ഞപ്പോ ഞാനിങ്ങനെ ആലോചിച്ച്, ഏത് വാഹനം അപ്പൊ ഞാൻ സ്വപ്നം കാണും? ഏത് വാഹനമാണ് ഞാൻ ലക്ഷ്യത്തിൽ എഴുതുക? എന്റെ പുസ്തകത്തിൽ ഞാൻ എന്ത് എഴുതും? അപ്പൊ സാർ പറയുന്നത് കുറച്ച് എഴുതരുത്, വലുത് എഴുതണം. ഞാൻ എന്തായാലും കിടക്കട്ടെ, ഒരു ബെൻസ് കാർ എഴുതിച്ചു. ഒരു പ്രതീക്ഷയ്ക്കില്ല. അന്നത്തെ നിലയിൽ നിൽക്കുന്ന എനിക്ക് അത് അച്ചീവ് ചെയ്യാൻ കഴിയുമെന്ന് എനിക്കൊരു വിശ്വാസം എനിക്കില്ല. പക്ഷെ ഞാൻ എഴുതി. അതൊരു സുപ്രഭാതത്തിൽ സംഭവിച്ചു. എങ്ങനെ ചോദിച്ചാൽ അതിലേക്ക് ഞാൻ എത്തിപ്പെട്ടു. ഇതെല്ലാം അങ്ങനെ സംഭവിക്കാം. എല്ലാം. ഞാൻ ഇതുവരെ എന്തെല്ലാം കണ്ടിട്ടുണ്ടോ അത് മുഴുവൻ. പിന്നെ പറഞ്ഞു, ഇനി നിങ്ങൾക്ക് എന്ത് കാണണം? നിങ്ങൾ അടുത്ത ലക്ഷ്യം എന്താ? ഞാൻ എല്ലാ സ്ഥലത്തും തഴയപ്പെട്ടിരുന്ന ഒരാളായി. എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കാരണം, ഒന്ന് തടി കൂടുതലായിരുന്നു. രണ്ടാമത്തെ ഒരു കാരണം എന്താ വെച്ചാല് കാണാൻ ഭംഗിയില്ലാത്തതുകൊണ്ട്. തടി കൂടുതലാവുമ്പോ പിന്നെ ഭംഗി ഉണ്ടാവില്ല, ഓട്ടോമാറ്റിക്കലി. പിന്നെ ശാരീരികമായിട്ട് അസ്വസ്ഥതകൾ ആരംഭിച്ചു. ഷുഗർ, പ്രഷർ, പിന്നെ കൊളസ്ട്രോൾ, ഇതൊക്കെ അങ്ങനെ ആരംഭിച്ചു. അപ്പൊ ഞാനിങ്ങനെ ആഗ്രഹിച്ചു, എങ്ങനെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടണം. ഒരു രക്ഷയല്ല. ആരോട് ചോദിച്ചിട്ടും ഒരു രക്ഷയല്ല. ഏത് ഡോക്ടറെ കണ്ടിട്ടും ഒരു രക്ഷയല്ല. അപ്പൊ സാർ ഇങ്ങനെ പറയണേ, നിങ്ങൾക്ക് ആരോഗ്യമുള്ളവനായിക്കൊണ്ട്, എങ്ങനെയാണ്? രോഗം വരാതല്ല, രോഗം വരരുത് എന്നൊരാൾ ചിന്തിച്ചാൽ അയാൾക്ക് രോഗം വരും. എന്നാൽ ആരോഗ്യവാനായിക്കൊണ്ട് എല്ലാവരുടെ മുന്നിലും നിൽക്കാൻ പറ്റുന്ന രീതിയിൽ ഒരാളായി മാറണമെന്ന് നിങ്ങൾക്ക് കാണാം. നിങ്ങൾ ധൈര്യമായിട്ട് കണ്ടോ? നിങ്ങൾ മനസ്സിലാക്കണേ, ഒരു മനുഷ്യനെ ജീവിതത്തില് ഒരു ദിവസം ഷുഗറിന് 5 ഗുളിക കുടിക്കുന്ന മനുഷ്യനെ അതിൽ നിന്ന് രക്ഷപ്പെടുന്ന ആർക്കെങ്കിലും പ്രതീക്ഷിക്കാൻ പറ്റും? നിങ്ങൾ പറഞ്ഞേ. ഒരിക്കലും സാധിക്കില്ല. ഞാൻ കണ്ണടച്ചിട്ട് ട്രസ്റ്റ് ചെയ്തിട്ട് അതാണ് കണ്ടു. അതും സംഭവിച്ചു. ഇന്ന് രാവിലെ ഞാൻ കണ്ടതാണ് എന്റെ ക്യാമ്പസ്. ഞാൻ ആദ്യമായിട്ട് നിങ്ങളോടാണ് പറയുന്നത്. എന്റെ ക്യാമ്പസ് ഇന്ന് ഞാൻ കണ്ണിറയെ കണ്ടിട്ടുണ്ട്. 2028 എന്റെ ഡേറ്റ്. എങ്ങനെ എന്ന് എനിക്കറിയില്ല, പക്ഷെ അത് സംഭവിക്കും. എന്റെ ഇപ്പോഴത്തെ കഴിവോ, ഇപ്പോഴത്തെ പ്രാപ്തിയോ, ഇപ്പോഴുള്ള സ്കില്ലുകളോ ഉപയോഗിച്ചുകൊണ്ട്, എന്റെ കയ്യിലുള്ള ഇപ്പോഴത്തെ ഈ വാഹനം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ആ ബോർഡ് വെച്ച സ്ഥലത്തേക്ക് എത്താൻ എനിക്ക് സാധിക്കില്ല എന്നുള്ളത് എനിക്ക് 100% അറിയാം. എന്റെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാൻ അടുത്ത ദിവസം മുതൽ അതിനുള്ള പ്രാക്ടിക്കൽ ഞാൻ ആരംഭിക്കും. ഞാൻ അതിന് ആ 3 വർഷമില്ലേ എന്നല്ല ചിന്തിക്കുന്നത്. ആ 3 വർഷം കൊണ്ട് എനിക്ക് 30 വർഷം കൊണ്ട് നേടാൻ കഴിയുന്ന രീതിയിൽ എന്നെ മാറ്റിയെടുക്കാൻ പറ്റണം. അപ്പോഴേ ഞാൻ അതിലേക്ക് എത്തുള്ളൂ. കാരണം ഒരുപാട് ഉയരങ്ങളുള്ള സ്വപ്നമാണ്. ഒരു 5 സെന്റ് സ്ഥലത്തോ 10 സെന്റ് സ്ഥലത്തോ അല്ല,
50 സെന്റ് മിനിമം ഉള്ള സ്ഥലത്ത് ഒരു അടിപൊളി ഓഫീസ്, സൂപ്പർ ക്ലാസ് റൂമുകള്, ജിംനേഷ്യം, ഹോസ്റ്റല്, സ്റ്റേജ്, പിന്നെ ഔട്ട്ഡോർ സ്റ്റേജ്, നല്ല മുറ്റം, 4 കെട്ട് പോലുള്ള ബിൽഡിങ്. ഇതൊക്കെയാണ് ഞാൻ കണ്ട സ്വപ്നം. പകല് ഉറങ്ങിയപ്പോ കണ്ടതല്ല ട്ടോ. എന്റെ വിഷൻ സെറ്റ് ചെയ്തപ്പോ ഞാൻ കണ്ടതാ. ക്ലാരിറ്റി. അപ്പൊ അങ്ങനെ വരുമ്പോഴുള്ള പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മള് മനസ്സിലാക്കുക, നമ്മളൊരു യാത്ര ആരംഭിക്കുമ്പോ നമുക്ക് നമ്മളിങ്ങനെ പോകുമ്പോ, ഇപ്പൊ ഇന്ന് നിങ്ങൾക്ക് ഇപ്പൊ 8 മണിക്ക് ഞാൻ ക്ലാസ്സിന് എത്തും. ഞാൻ നേരെ എറണാകുളത്ത് നിന്നാണ് വരുന്നത്, കൊച്ചിന്നാ വരുന്നത്. ഞാൻ 2 മണിക്കൂറിന് പുറപ്പെട്ടതാ. അതിനിടെ ഭക്ഷണം കഴിക്കാൻ കയറി, നിസ്കരിക്കാൻ കയറി, പിന്നെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ അങ്ങനെ സാവധാനം ഇപ്പൊ വൈകുന്നേരം ആയപ്പോ ട്രാഫിക് കൂടി. അപ്പൊ അതൊക്കെ ഇങ്ങനെ വണ്ടി ഓടിച്ചനെ വന്നു. ഒറ്റക്കുള്ളൂ. തൃശ്ശൂർ വരെ 2 ആള് വേറെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഒറ്റക്ക് ഇങ്ങനെ പോകാം. ശരിക്കൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. എന്താ അറിയങ്ങളെ, എന്റെ ലക്ഷ്യം 8 മണിന്റെ മുന്നേ 7:30 ആവുമ്പോഴേക്ക് ഇവിടെ എത്തണം. 7:30 ആവുമ്പോഴേക്ക് ഇവിടെ എത്തണം. അതിനിടെ ഞാൻ ഭക്ഷണം കഴിക്കാൻ കയറി, അതൊക്കെ കഴിച്ചു. പക്ഷെ 7:30 മണിയാവുമ്പോഴേക്ക് എനിക്ക് ഇവിടെ എത്തണം. അപ്പോ ഞാനിങ്ങനെ നോക്കുമ്പോ എനിക്കറിയാം എവിടൊക്കെയാണ് ബ്ലോക്ക് ഉള്ളത്, എവിടൊക്കെയാണ് ഡൈവേർഷൻ ഉള്ളത്, എവിടൊക്കെയാണ് പ്രയാസമുള്ള സ്ഥലങ്ങൾ ഉള്ളത്. ഇതൊക്കെ എനിക്ക് മുൻകൂട്ടി കാണാൻ കഴിയുമ്പോൾ അതനുസരിച്ചിട്ട് എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റും. ദാറ്റ് ഈസ് എ ക്ലാരിറ്റി. എന്റെ ഡെസ്റ്റിനേഷൻ എനിക്ക് മുൻകൂട്ടി കാണാൻ കഴിയുമ്പോൾ എങ്ങനെ അതിലേക്ക് എത്താം അത് എനിക്ക് മനസ്സിലാവും. അല്ല, എനിക്കൊരു ടൈമും ഇല്ല, എനിക്കൊരു എന്താ പറയാ ഡെസ്റ്റിനേഷനും ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും ഇവിടെ എത്തൂല. ഒരു കറക്റ്റ് ലക്ഷ്യമില്ല, ഒരു സ്ഥലമില്ല, ഒരു ബോർഡും ഇല്ല, ഞാൻ എത്തൂല. ബോർഡ് വെക്കാത്ത വണ്ടിയിൽ നിങ്ങൾ ആരെങ്കിലും കയറോ? ബോർഡ് വെക്കാത്ത ബസ്സിൽ ആരെങ്കിലും കയറൂല. കല്യാണത്തിന് പോണ ബസ്സിൽ മാത്രമേ കയറുള്ളൂ. അതേ കറക്റ്റ് അറിയാം എവിടേക്കാണ് പോണത്. അതേപോലെ ആ കറക്റ്റ് എങ്ങനെയാണ് വരുന്നത് അപ്പൊ നമുക്ക് മനസ്സിലാവും. ഒരു ഡൈവേർഷൻ വരുമ്പോ, റോഡിന് ഒരു ഡൈവേർഷൻ വരുമ്പോ നമുക്ക് മനസ്സിലാവും, സ്വാഭാവികമായിട്ടും കുറച്ച് തിരിഞ്ഞു പോയാൽ നല്ല റൂട്ടിലേക്ക് കയറാം. ദാറ്റ് ഈസ് ക്ലാരിറ്റി. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ലക്ഷ്യം ഉണ്ടാവുമ്പോഴേ നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ, നമ്മളെ യാത്രക്ക് ക്ലാരിറ്റി ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇപ്പോഴുള്ള ചുറ്റുപാടുകളെ കുറിച്ച് ചിന്തിച്ചിട്ടോ, ഇപ്പോഴുള്ള ചുറ്റുപാടുകളിൽ നിന്നുകൊണ്ടോ, ഇപ്പോഴുള്ള അറിവ് കൊണ്ടോ, ഇപ്പൊ പഠിച്ച കോഴ്സ് കൊണ്ടോ, ഇപ്പൊ നമ്മൾ നേടിയെടുത്ത സ്കില്ലുകൾ കൊണ്ടോ നമ്മൾ വലിയ സ്വപ്നങ്ങൾ കണ്ടാൽ തീർച്ചയായിട്ടും എത്താൻ സാധിക്കൂല എന്നുള്ളത് നിങ്ങളുടെ ഇലാറെ എനിക്കറിയാം. പക്ഷേ നിങ്ങൾ സ്വപ്നം കാണാൻ കുറക്കരുത്. അതായത് നിങ്ങളുടെ വിഷൻ സെറ്റ് ചെയ്യുമ്പോൾ, നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ വലുത് സെറ്റ് ചെയ്യണം. നമ്മുടെ ഉള്ളിൽ കുറെ ചോദ്യങ്ങളും തടസ്സങ്ങളും ഉണ്ട്. എന്താണ് ആ തടസ്സങ്ങള്? എനിക്കൊക്കെ ഇനി ചെയ്യാൻ കഴിയോ? ഞാനൊക്കെ ഇപ്പൊ ഇനി ചെയ്തിട്ട് എന്താ കാര്യമുള്ളത്? എന്റെ വാപ്പക്ക് പൈസ ഇല്ലല്ലോ, ഞാനൊരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ചതല്ലേ, അല്ലെങ്കിൽ എന്റെ ഹസ്ബൻഡ് ഇനി സമ്മതിക്കില്ലല്ലോ, എനിക്കൊരു നല്ല ടീച്ചറായി പോകാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ ഒരു ടീച്ചർ ആവുകയാണെങ്കിൽ തന്നെ നല്ലൊരു ടീച്ചർ ആവും. ഇതൊന്നും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളിങ്ങനെ ഈ തടസ്സങ്ങൾ നമ്മൾ പിൻവലിക്കും. അതുകൊണ്ടാണ് ജോലി കിട്ടാത്തത്, അതുകൊണ്ടാണ് ജോലിക്ക് പോകാൻ കഴിയാത്തത്. ആ ലക്ഷ്യം ഉണ്ടെങ്കിൽ ബാക്കിയുള്ളതൊക്കെ മാറി നിൽക്കും. അങ്ങനെ ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ നമ്മൾ കുറെ ദൂരം സഞ്ചരിച്ചത് വില്ലേജ് റോഡുകളിലൂടെ ആണെങ്കിൽ, അതായത് ചെറിയ വളവും തിരിവുമുള്ള റോഡുകളിലൂടെ ആണെങ്കിൽ വണ്ടി ഓടിക്കുമ്പോ നമുക്ക് സ്പീഡ് വളരെ കുറവായിരിക്കും. കാരണം നമുക്ക് പേടിയാണ്. കാരണം അടുത്ത അടുത്ത വളവിൽ നിന്ന് ഏത് വണ്ടി വരും, അടുത്ത ഇടുങ്ങിയ വഴിയാണ്, കട്ട് റോഡാണ്, എങ്ങനെ പോകും? ചെറിയ വില്ലേജ് റോഡാണ്. എന്നാൽ കുറച്ച് കഴിയുമ്പോ നമുക്കൊരു ഹൈവേ കിട്ടുകയാണ്. ആ ഹൈവേ എന്താണ്? ക്ലാരിറ്റിയാണ്. എന്താ ക്ലാരിറ്റി? നമുക്ക് നേരെ പോവാം. ഒരുപാട് ദൂരം നമ്മൾക്ക് കാണുന്നുണ്ട്, ഒരുപാട് ദൂരം നമുക്ക് കാഴ്ചയുണ്ട്. അതാ കാണുന്നു, ഞാൻ എത്തിപ്പെടേണ്ട സ്ഥലം എനിക്ക് കാണാൻ പറ്റുന്നില്ല. എന്നാൽ അതൊരു ഒരു എക്സ്പ്രസ് ഹൈവേ ആണെങ്കിലോ കുറച്ചുകൂടെ വിസ്തൃതി ഉണ്ട്. എതിര് വാഹനങ്ങളില്ല, സുഖസുന്ദരമായിട്ട് നേരെ പോവുകയാണ്. ഹൈ സ്പീഡിൽ നമുക്ക് പോവാം. എന്തുകൊണ്ടാണ്? നമ്മളുടെ ആ
ഡെസ്റ്റിനേഷൻ ഇവിടെ ഇങ്ങനെ കാണാം. ആ ബോർഡ് ഇവിടെ കാണാം. വലിയ ബോർഡിൽ ഇങ്ങനെ കാണാം. കോഴിക്കോട് ഇനി 50 കിലോമീറ്റർ. അപ്പൊ നമുക്കിങ്ങനെ പ്രതീക്ഷ. ഇനി ഞാൻ കോഴിക്കോട് എത്താൻ 50 കിലോമീറ്റർ ഓടിയാൽ മതി. മറ്റേതെന്താ? എങ്ങട്ടാ പോണ്ടേന്നൊന്നും അറിയില്ല. ഇന്ന് രാവിലെ പുറപ്പെട്ടാണ് ഇതുവരെ എവിടെയും എത്തിയിട്ടില്ല. പോയിക്കൊണ്ടേയിരിക്കാണ്. എങ്ങോട്ടേക്കാ? എങ്ങോട്ടേക്കാ? നിങ്ങള് പറഞ്ഞേര്. അറിയില്ല. അറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളുകളും, എംബിഎ കഴിഞ്ഞ ആളുകളും, അതുപോലെ തന്നെ വലിയ വലിയ കോഴ്സുകൾ കഴിഞ്ഞ ആളുകളും നിങ്ങൾക്ക് ചിന്തിച്ചറിയാം ജോലി കിട്ടാതെ കഷ്ടപ്പെടുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. എന്തുകൊണ്ടാണ് കിട്ടാത്തത്? അവർക്കൊരു ലക്ഷ്യമില്ല. അവരതിന് വേണ്ടിയിട്ട് പരിശ്രമം നടത്തുന്നില്ല. ലക്ഷ്യം ഉണ്ടെങ്കിലല്ലേ പരിശ്രമം നടത്തുക? ഇല്ല. ജോലി വേണം. ജോലി വേണം. എന്ത് ജോലി? എങ്ങനത്തെ ജോലി? എവിടെ ഇരിക്കണം ജോലി? ആ ജോലി ചെയ്തിട്ട് എനിക്ക് എന്ത് കിട്ടണം? ഞാൻ എത്തരത്തിലുള്ള ജോലിയാണ് ആഗ്രഹിക്കുന്നത്? ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സ് ചതിക്കൂട്ടോ. മനസ്സ് ചതിക്കൂട്ടോ. നമുക്ക് മനസ്സിൽ ഇങ്ങനെ തോന്നിയാ പോരാ. പേപ്പറിൽ എഴുതി വെക്കണം. പേപ്പറിൽ പോരാ, ഒരു ഡയറിയിൽ എഴുതി വെക്കണം. 2026 ഡിസംബർ 31 ഞാൻ ഇന്നതായിരിക്കും എന്നുള്ളത് എഴുതിയിട്ട് വേണം നിങ്ങൾ അടുത്ത വെള്ളിയാഴ്ച വരുമ്പോ. എനിക്ക് കാണിച്ചു തരാം. ഞാൻ ഇതാവും എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത് സാർ. ചിന്തിച്ചിട്ട് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് നിങ്ങളെ കുട്ടികളും മക്കളൊക്കെ ഒന്ന് കുറച്ചു നേരം സ്വിച്ച് ഓഫ് ആക്കി വെച്ചിട്ട് നിങ്ങളെ മൊബൈലും നിങ്ങളെ വൈക്കമ്പരി മിക്സറൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഒരു സ്വസ്ഥമായിട്ട് കുറച്ച് സമയം, ഉറങ്ങാനല്ല, കുറച്ച് സമയം ഒന്ന് സൈലന്റ് ആയിട്ട് എവിടെയെങ്കിലും ഒന്ന് പോയിരിക്കും. കുറച്ച് സമയം. കുറെ സമയം ഇരിക്കാൻ കഴിയില്ല, എനിക്കറിയാം. കുറച്ച് സമയം കൊണ്ടിരിക്കും. ഒറ്റയ്ക്ക് ഇരിക്കും. എന്നിട്ടൊന്ന് ചിന്തിച്ചു നോക്കി. നിങ്ങളോട് ചോദിച്ചിട്ട് ഇങ്ങനെ ചിന്തിച്ചു നോക്കി. ആരും നിങ്ങളെ ശല്യം ചെയ്യണില്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. എനിക്ക് എന്ത് ജോലിയാ കിട്ടേണ്ടത്? എന്ത് ജോലിയാ കിട്ടേണ്ടത്? ഇനി ആരെങ്കിലും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന ജോലിയിൽ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടോ? ഞാൻ സംതൃപ്തി എനിക്ക് കിട്ടുന്നുണ്ടോ? എനിക്ക് അതിൽ ഏറ്റവും മികച്ചതാവാൻ പറ്റുന്നുണ്ടോ? എനിക്ക് അതിൽ അംഗീകാരം കിട്ടുന്നുണ്ടോ? ഇനി ഞാൻ ഇതിനെ എങ്ങനെ ഒന്നും കൂടെ വളർത്താൻ പറ്റും? ഇതിലേറെ നല്ല രീതിയിൽ എങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? എത്ര അളവ് വേണം. അളവ് വേണം. അളവില്ലാത്ത എല്ലാം മായാണ്. ഒന്നും നടക്കില്ല. ഒന്നും നടക്കില്ല. അപ്പോഴാണ് ബാക്കി സാധനം എങ്ങനെ പുറത്തേക്ക് വരാം. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മൾ നല്ലൊരു ടീമിന്റെ കൂടെയാണ് പോകുന്നതെങ്കിൽ, യാത്ര നല്ലൊരു ടീമിന്റെ കൂടെയാണെങ്കിൽ, നല്ല ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്ത് പോകുന്ന ആളുകളുടെ കൂടെയാണെങ്കിൽ നമ്മളെ ലക്ഷ്യവും നല്ലതായിരിക്കും. നല്ല വലിയ ബിഗ് ഡ്രീംസ് ഉള്ള ആളുകളെ കൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നതെങ്കിൽ ആ തരത്തിലുള്ള ഒരു ആംബിയൻസോട് കൂടിയിട്ടാണ് നമ്മൾ സഞ്ചരിക്കുക. എനിക്കൊരു ലക്ഷ്യമുണ്ട്. എനിക്കൊരു വിഷൻ ഉണ്ട്. എന്റെ വിഷനാണ് ഞാൻ നേരത്തെ അങ്ങോട്ട് പറഞ്ഞത്. അതെനിക്ക് നേടാം. ഇനി അതിന് ഞാൻ ആക്ഷൻസ് ആണ് ആരംഭിക്കേണ്ടത് അടുത്ത്. അല്ലാതെ അല്ലാതെ വിഷൻ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കണ്ടിരുന്നിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ കസേര കടന്നിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. എനിക്കറിയാം എന്റെ ഇപ്പോഴുള്ള കഴിവുകളോ പ്രാപ്തിയോ കൊണ്ട് മാത്രം എനിക്കൊരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല. എനിക്കൊരിക്കലും അത് നേടിയെടുക്കാൻ സാധിക്കില്ല. ഈ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ക്ലബ് കൊണ്ട് എനിക്കുള്ള ബെനിഫിറ്റ് എന്താ? ഞാൻ പഠിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ പഠിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ എന്റെ യാത്രയിലൊക്കെ ഒന്ന് നിങ്ങളോട് എന്താന്ന് സംസാരിക്കേണ്ടി. ഞാൻ ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ ഇന്നങ്ങനെ പോളിഷ് ചെയ്തുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ എന്തുണ്ടാവില്ല, എനിക്ക് അവസരം ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾക്കുള്ള ഗുണം എന്താണ്? നിങ്ങൾ എന്റെ കൂടെ കൂടിയാൽ നിങ്ങൾക്കും അതേപോലെയുള്ള എഫക്റ്റ് കിട്ടും. നിങ്ങൾ എന്റെ കൂടെ കൂടിയാൽ, ഉറച്ചു കൂടിയാൽ നിങ്ങൾക്കും അതിനുള്ള എഫക്റ്റ് കിട്ടും. ഇതാണ് ബെനിഫിറ്റ്. ഇതാണ് ബെനിഫിറ്റ്. പിന്നെ നമുക്കൊരു പ്രത്യേകത ഉണ്ട്. എന്താ വെച്ചാല് നമ്മള് ഈ ഉയർന്ന ഒരു ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ ഓടും. അതങ്ങനെ അതിങ്ങനെ ഓടും. പിന്നെ അടുത്ത ഫ്രീക്വൻസി കണ്ടെത്താൻ നമുക്ക് വലിയ പ്രയാസം ഉണ്ടാവില്ല. നിങ്ങൾ ഈ പട്ടം പറത്തിയിട്ടുണ്ടോ നിങ്ങള്?
പട്ടം പറത്തിയ എത്ര ആൾക്കാരുണ്ട്? പട്ടം, പട്ടം, കടലാസ് കൊണ്ടുള്ള പട്ടം. മുബഷിറ പറത്തീന പട്ടം. എന്റെ നാട്ടിൽ കാസർഗോഡ് പട്ടല്ലേ പറയാൻ? അല്ലേ? ആ, പട്ടം പറത്തിയില്ലേ? യെസ്. ഈ പട്ടം നമ്മള് ഈ നൂലുമ്മ കെട്ടിയിട്ട് യെസ്, യെസ്, ഗുഡ്, ഗുഡ്. ഇല്ല. ആരാണ് ഇല്ലാത്തെ? ഭർത്താത്ത ആരാ? മുബഷിറ. പട്ടം ഭർത്താത്തെ? അടുത്ത വർക്ക്ഷോപ്പിന് വരുമ്പോ മുബഷിറാക്ക് ഒരു പട്ടം ഉണ്ടാക്കി കൊടുക്കണം. എന്നിട്ട് അത് പറത്തൽ എങ്ങനെയെന്ന് കാണിച്ചു കൊടുക്കണം. എന്നിട്ട് പോയി പറത്തിയിട്ട് ഇവിടുന്ന് പോയാൽ മതി മലപ്പുറത്തുനിന്ന്. ഓക്കെ? ഫാത്തിമ, നസീർ. ഇതൊന്നും പറത്തിയിട്ടില്ല എന്ന് പറഞ്ഞ പട്ടം? പറ്റൂലല്ലോ. പട്ടം ഉണ്ടാക്കി പറത്തണം. അപ്പൊ ഈ പട്ടം നമ്മൾ നൂലിൽ കെട്ടിയിട്ട് ഇതിങ്ങനെ കുറെ സമയം നമ്മൾ ഇങ്ങനെ വലിച്ച് അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി ഒക്കെ ഇങ്ങനെ വേണം എന്ത് ചെയ്യാന് മേലേക്ക് എത്തിച്ചു കൊടുക്കാൻ. മേലേക്ക് എത്തിക്കഴിഞ്ഞാല് അതിന് മേക്കാറ്റ് പിടിക്കും. മേക്കാറ്റ് പറഞ്ഞാല് മേലെ കൂടെ ഒരു കാറ്റ് ഇങ്ങനെ ഉണ്ടാവും ഏത് സമയത്തും. എത്ര ചൂടാണെങ്കിലും എത്ര ഇവിടെ താഴെ കാറ്റില്ലെങ്കിലും മേലെ കൂടെ ഒരു കാറ്റുണ്ടാവും. ആ കാറ്റ് പിടിക്കുന്നതോട് കൂടിയിട്ട് പിന്നെ നമ്മള് ആ പട്ടത്തിന്റെ നൂലിൽ ഒരു പണിയെടുക്കണ്ട. അത് ഇനി ഒരു കമ്പിൽ കെട്ടിയിട്ടാലും ആ പട്ട അങ്ങനെ പറന്നുകൊണ്ടിരിക്കും. അതേപോലെ നമ്മൾ ഒരു റേഞ്ചിലേക്കാണ് കയറി കിട്ടിയാല് പിന്നെ നമുക്ക് ഇതൊന്നും പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പൊ നമ്മള് കോട്ടക്കന്ന് പൊന്നാനി വരെയുള്ള ഹൈവേയിലാണ് കയറിയാല് വണ്ടിന്റെ സ്പീഡ് കൂടുന്നത് നമ്മൾ അറിയില്ല. കാരണം എന്താ? അത്രയും ക്ലാരിറ്റിയാണ് റോഡ്. ഹൈ ക്ലാരിറ്റിയാണ്. അപ്പൊ നമ്മള് അറിയാതെ സ്പീഡ് ഓടും. അവിടെ 80 സ്പീഡേ പാടുള്ളൂ. പക്ഷെ ആ മീറ്ററിൽ ഇങ്ങനെ കാണിക്കുമ്പോ മേലെ ലൈറ്റ് ഇങ്ങനെ കത്തുമ്പോഴേ നമ്മൾ അറിയാം 120 സ്പീഡ് ആയിക്കണോ, 120 സ്പീഡ് ആയിക്കണോ. സ്പീഡ് അങ്ങനെ കൂടും, അറിയാതെ കൂടും. എന്താ കാരണം? ക്ലാരിറ്റിയാണ്. ഭയങ്കര ക്ലാരിറ്റിയാണ്. അതേപോലെ ലൈഫിന്റെ ക്ലാരിറ്റി, ഒരു വിഷൻ ഉണ്ടായാലുള്ള ക്ലാരിറ്റിയാണ്. ഒരു നല്ല വിഷൻ, നല്ല വിഷൻ. എനിക്ക് 2028 ആവുമ്പോഴേക്ക് ഇതൊക്കെ നേടണം, ഇന്നതൊക്കെ നേടണം, ഇന്നതൊക്കെ ആവണം, ഇന്ന സാധനം എനിക്ക് നടക്കും. നിങ്ങൾ ഇപ്പോഴുള്ള ആളെ കണ്ട് ചിന്തിക്കല്ലേ, ഇപ്പോഴുള്ള ആളെ കണ്ട് ചിന്തിക്കല്ലേ. നിങ്ങൾ അന്നുണ്ടാവുന്ന ആളായിട്ട് ചിന്തിക്കണേ. ഇപ്പോൾ നിങ്ങൾ ചിന്തകൾക്ക് കുറച്ച് കടിഞ്ഞാണിടാതെ ഒന്ന് വിട്ടൊടിക്കുക. നിങ്ങൾക്ക് ചെലവൊന്നുമില്ലല്ലോ, ആർക്ക് ഫീസ് ഒന്നും കൊടുക്കണ്ടല്ലോ. ഒന്ന് കൊടുക്കി ഒരു ഒറ്റയ്ക്ക് ഇരുന്നിട്ട് കുറച്ച് സമയം ഈ കുട്ടികളെ മക്കളൊക്കെ ഒന്ന് സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ഒന്നൊരു സമയം, കുറച്ച് സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം ആ ചട്ടിന്റെയും പാത്രത്തിന്റെയും ഒച്ച ഉള്ളിടത്തുനിന്നൊക്കെ ഒന്ന് സൗണ്ട് ഉള്ളിടത്തുനിന്നൊക്കെ ഒന്ന് മാറി ഇരുന്നിട്ട് കുറച്ച് സമയം രാത്രിയോ എപ്പോഴെങ്കിലും ഒരു ഫ്രീ ആയിട്ട് ഉള്ള സമയം, ഉറങ്ങരുത്, ഉറങ്ങാതെ ഒറ്റക്കൊന്ന് ഇരുന്നിട്ട് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് നന്നായിട്ട് നല്ല ഒന്ന് ഡീപ്പ് ബ്രേക്ക് ഒക്കെ എടുത്തിട്ട് ഒന്നിങ്ങനെ ചിന്തിച്ചു നോക്കുക. എന്നിട്ട് അപ്പോഴൊക്കെ നമ്മളെ ഉള്ളിലേക്ക് കയറി വരിക എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് എന്നെ കൊണ്ടൊന്നും കഴിയൂല, അന്റെ കോല ഇതാണല്ലേ ചളിങ്ങിയ ചട്ടി മാതിരിയാണ്, അന്നൊക്കെ എന്തിനാ പറ്റുക നമ്മളോട് ഇങ്ങനെ ചോദിക്കും. അതൊന്നുമല്ല പ്രശ്നം. അതൊക്കെ പറഞ്ഞത് ശരി തന്നെയാണ്, അതൊക്കെ എനിക്കറിയാം, ഞാൻ അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ എന്നാലും 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 എനിക്ക് നേടണം. എങ്ങനെയാണ്? എന്നാലും എനിക്ക് നേടണം. നമ്മളെ ഉള്ളിൽ നിന്ന് നമ്മളോട് ഇങ്ങനെ പറയും. എന്താ പറയാ? എനിക്കൊക്കെ ഇനി എങ്ങനെ സാധിക്കാം? എനിക്കൊന്നും സാധിക്കൂല. എനിക്കൊരു ജോലിക്ക് പോക്കൊന്നും സാധിക്കൂല. എന്റെ കല്യാണം കഴിഞ്ഞില്ല, ഇനി 2-3 കുട്ടികളായില്ലേ, ഇനി ഈ കുട്ടികളെ കാര്യം നോക്കിയിട്ട് എനിക്ക് ചെയ്യാൻ, എനിക്ക് ഇനി ഒന്നും സാധിക്കൂല, എനിക്ക് ഇനി എന്തെങ്കിലും ഒരു പരിപാടി തുടങ്ങാൻ സാധിക്കൂല. ഇതിങ്ങനെ നമ്മളോട് ഇങ്ങനെ നമ്മളെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറയും. അപ്പൊ അവളോട് പറയാം, ഈ പറഞ്ഞതൊക്കെ ശരിയാണ്, ഇനി പറയണ്ട്, അതൊക്കെ ഉണ്ട് സംഭവം, എനിക്ക് അതൊക്കെ മനസ്സിലായി. അതല്ലാതെ എനിക്ക് നേടണം, അതൊക്കെ അവിടെ നിർത്തിക്കൊണ്ട് എനിക്ക് നേടണം. അതെന്ത് ഞാൻ നേടും? അതൊന്ന് ചിന്തിച്ചു നോക്കി, അതൊന്ന് ചിന്തിച്ചു നോക്കി. ഒറ്റയ്ക്ക് സംസാരിക്കുന്നതായിട്ട് ആർക്കും തോന്നരുത്, പിടിച്ചു കൊണ്ടുപോയിട്ട് ജയിലിടും. അതോടുകൂടി സ്വപ്നങ്ങളൊക്കെ എന്ത് ചെയ്യും? നിൽക്കും. അപ്പൊ അത് തോന്നരുത്. അല്ലാത്ത രീതിയിൽ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് കുറച്ച് സമയം ഈ ഈ സാധനങ്ങളൊക്കെ നമ്മളെ ക്യാമറകളൊക്കെ ഒന്ന് ഓഫ് ആക്കുക. ഏത് ക്യാമറ? നമ്മളെ മൂവിങ് ക്യാമറ, അതായത് കുട്ടികളൊക്കെ ഒന്ന് ഓഫ് ആക്കിയിട്ട് വേണം എന്ത് ചെയ്യാന്, അത് ചെയ്യാൻ. അല്ലെങ്കിൽ ഒരു കോൺസെൻട്രേഷനും കിട്ടില്ല. അപ്പൊ ഉമ്മ പാല്, ഉമ്മ കഞ്ഞി, ഇന്റെ ഇവിടെ വേദന ഉണ്ട്, അവിടെ വേദന ഉണ്ട്, ഇമ്മച്ചിയെ ഇന്റെ ബലൂണ് പൊട്ടി, അല്ലെങ്കിൽ ഇന്റെ പെന്ന് എഴുതണില്ല, ഇന്റെ പുസ്തകം കീറി, മറ്റുള്ള ക്ലാസ് എന്ന് പറഞ്ഞത് ഇതായി, ടീച്ചർ എന്താ ചീത്ത അറിഞ്ഞു, അല്ലെങ്കിൽ അമ്മമ്മ ചീത്ത പറയുന്നു, എന്റെ അമ്മമ്മ ചീത്ത പറയും, ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരും, ഇങ്ങനെ ചീഞ്ഞിച്ചുകൊണ്ട് വരും. അപ്പൊ തൽക്കാലം എന്താ വെച്ചാൽ നമ്മളെ കുട്ടികളാണ്, ഏറ്റവും പ്രിയപ്പെട്ടതാണ്. നിങ്ങൾ ഓരോ ചീത്ത പറയാൻ വഴക്ക് പറയുന്നു വേണ്ട, ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ എന്ത് ചെയ്യുക? ഓരൊക്കെ ഒന്ന് മാറ്റിയിട്ട് എവിടെയെങ്കിലൊക്കെ ഒതുക്കിയിട്ട് നല്ലൊരു സമയം, കുറച്ച് സമയം, ഒരു അരമണിക്കൂർ നിങ്ങളൊന്ന് നല്ലൊരു ഡീപ്പ് ബ്രീത്ത് എടുത്തിട്ട് നല്ല ചിന്തിച്ചിട്ട് ഒരു
ഒരു നല്ല രീതിയിൽ ചിന്തിച്ചിട്ടുള്ള ഒരു നല്ലൊരു വിഷൻ നിങ്ങൾ എഴുതിക്കൊണ്ടത്. എനിക്ക് ഇന്നതൊക്കെയാണ് ആവേണ്ടത്. എനിക്ക് ഇന്നതൊക്കെയാണ്. എന്നിട്ട് നമ്മള് അടുത്ത ആഴ്ച നമ്മള് ഈ വിഷൻ ഒന്ന് നമ്മളതൊരു വിഷ്വലൈസ് ചെയ്ത് കാണും. എങ്ങനെ? വിഷ്വലൈസ് ചെയ്ത് കാണും. എങ്ങനെയാണ് കാണാ? ഇപ്പൊ നിൽക്കുന്ന ആള് ഈ ഈ വിഷൻ നമ്മൾ കാണേണ്ടത് എങ്ങനെയാ നിങ്ങള് ശ്രദ്ധിക്കണേ. നമുക്ക് നമ്മള് ഇപ്പൊ നിൽക്കുന്നത് ഇവിടെ. ഓക്കെ. നമുക്ക് എത്തിപ്പെടേണ്ടത് ഇവിടെ. ഏ ഇവിടെയുള്ള ആളായിക്കൊണ്ട് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഇവിടേക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാല് ഇവിടെ ഒരു ഐഡന്റിറ്റി ഷിഫ്റ്റ് ഉണ്ട്. ഐഡന്റിറ്റി ഷിഫ്റ്റ് ഉണ്ട്. ഇതിലേക്ക് ഇവിടെയുള്ള ആളായിക്കൊണ്ട് നമുക്ക് മാറാൻ സാധിക്കണം. ഇവിടെ നിന്നുകൊണ്ട് നമ്മളുടെ മനസ്സുകൊണ്ട് നമുക്ക് ഇവിടെയുള്ള ആളായി മാറാൻ സാധിക്കണം. അതിനെന്തേലും പണിയുണ്ടോ? നിങ്ങൾ ആലോചിച്ചോക്കെ. അപ്പൊ നിങ്ങൾ എഴുതും അതിപ്പോ എങ്ങനെ? യെസ്, പറഞ്ഞു. അവിടെ വലിയ വലിയ ആളുകള് ഉയരത്തിലെത്തിയിട്ടുണ്ട്. അതേപോലുള്ള ഒരു ഉയരാണ് എനിക്ക് എത്തേണ്ടത്. അപ്പൊ അയാളുടെ ജീവിതത്തില് ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. രാവിലെ എണീക്കണ്ടേ, രാവിലെ ചെയ്യണത്, അവരുടെ ജീവിത ശൈലിയിൽ മാറ്റിയത്, അവര് സംസാരിക്കുന്ന രൂപത്തിലുള്ള സംസാരാക്കിയത്, ഒരു സ്റ്റാൻഡേർഡ് ഉള്ള ആള്. ഞാൻ എത്ര കുപ്പത്തൊട്ടിയിലുള്ളതാണെങ്കിലും ഞാൻ ഇനി സ്റ്റാൻഡേർഡ് സംസാരിക്കും. എനിക്ക് നന്നായിട്ട് സംസാരിക്കാൻ പഠിക്കണം. ഞാൻ നല്ല രീതിയിലേ സംസാരിക്കുള്ളൂ. ഞാൻ ഒരു ഉയർന്ന ആളാണ്. ഒരു ഉയർന്ന ആൾ എങ്ങനെയാണ് സംസാരിക്കുക അതുപോലെ സംസാരിക്കുള്ളൂ. ഒരു ഉയർന്ന ആൾക്ക് ദേഷ്യം ഉണ്ടാവും? ഇല്ല. അതേപോലെ എനിക്ക് ദേഷ്യം ഉണ്ടാവില്ല. ഞാൻ പെട്ടെന്ന് പൊട്ടിത്തെറിക്കില്ല. ഞാൻ എന്റെ ഇമോഷനുകളെ കൺട്രോൾ ചെയ്യാൻ പഠിച്ചിരിക്കും. ഇതൊക്കെ അവരൊക്കെ അങ്ങനെയാണുള്ള ആൾ. അപ്പൊ നല്ല നല്ല ആൾക്കാർ എന്താണ്, അവർക്ക് ഭയങ്കര ഭയങ്കര മിതത്വമാണ്. ഞാൻ അതേപോലെയാണ് ആവുക. വാവ്, എന്തൊക്കെയാണ് അങ്ങനെ ആയി. അതിന് നിങ്ങൾക്ക് പൈസക്ക് ചെലവില്ലല്ലോ, ഒരു ചെലവില്ല. ആ ആളായിട്ട് നിങ്ങൾക്ക് മാറാൻ കഴിയണം. വാവ്, ഭയങ്കര. നിങ്ങള് ചിലപ്പോ കണ്ടില്ല, നമ്മൾ ഈ സിനിമ ഒക്കെ കാണുമ്പോഴേ ഏഹ് ചിലപ്പോ ഈ നമ്മളെ മമ്മൂട്ടിയൊക്കെ ആയി മാറും ഓട്ടോമാറ്റിക് ആയിട്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ സിനിമയില് വില്ലൻ കഥാപാത്രങ്ങളോട് നമുക്ക് എന്നൊരു ദേഷ്യക്കണം. അങ്ങനെ ഉണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ സിനിമ കാണലുണ്ടോ? നിങ്ങൾ സിനിമ കാണലുണ്ടോ? ഏയ്, ഉണ്ടോ? ഉണ്ട്. യെസ്, ഗുഡ്. അതിനെന്തേലും മനസ്സിലാകലുണ്ടോ? ഉണ്ടോ? അതിനെ എന്തേലും കണ്ട് മനസ്സിലാക്കലുണ്ടോ? ഉണ്ട്. ഓക്കെ. ആവശ്യമുള്ളത്? ഓക്കെ. അപ്പോ നമ്മൾ ചില സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, നമുക്ക് നമുക്ക് എപ്പോഴും എന്താ വെച്ചാല്, ഞാനിപ്പോ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതിനോട്, ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച ഞായറാഴ്ച ഞാൻ കോട്ടയത്താണ്. അപ്പൊ അവിടെ ഈ എലഗൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പൊ ഈ എലഗൻസ് എന്ന് പറഞ്ഞ കുറെ ഹോട്ടലുണ്ട് അവർക്ക്. അപ്പൊ എന്റെ മോളോട് പറഞ്ഞു, ഇത് ഈ ഈ ഹോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രാജൻ പി ദേവിന്റെ മകന്റെ ആളൊക്കെയാണ് എന്ന് പറഞ്ഞു. രാജൻ പി ദേവ് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുണ്ടാവും, സിനിമയിലുള്ള ഒരു വില്ലനായിട്ട് അഭിനയിക്കുന്ന ആളായി, മരിച്ചുപോയി. അപ്പൊ എന്നോട് ചോദിച്ചു, അതായത് രാജൻ പി ദേവ് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ ഓണ് നെറ്റിനടിച്ചു. അപ്പൊ തന്നെ അയാളെ ഫോട്ടോ വന്നേക്കണ പറഞ്ഞു. ഇയാളെ എനിക്ക് കണ്ണ് കണ്ടുവിടും, കണ്ണെടുത്താ കണ്ടുവിടാ. അപ്പൊ എന്താ, അയാൾ എപ്പോഴും വില്ലൻ കഥാപാത്രമായിട്ടാണ് അഭിനയിക്കുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലായി. അപ്പൊ നമ്മള് ചില സമയത്ത് നമ്മൾ ആ സിനിമ കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോ, സിനിമ സിനിമയിൽ നിന്നിട്ട് ഇറങ്ങുമ്പോ ചിലപ്പോ നമ്മൾ കേട്ട് അതിലുള്ള ആ ആക്ട്രസിന്റെ പോലെയൊക്കെ നമ്മളായി മാറിയിട്ടുണ്ടാവും. നമുക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രമാണ് അയാൾ പോലെയൊക്കെ പിന്നെ കുറച്ച് സമയം നമ്മൾ ഉണ്ടാവാം. കുറച്ച് കഴിയുമ്പോഴേ പിന്നെ അതിൽ ഇങ്ങോട്ട് ഇറങ്ങുള്ളൂ ആ സ്റ്റേജിൽ. അതേപോലെ ഒരു ഐഡന്റിറ്റി ഷിഫ്റ്റ് സ്ഥിരമായിട്ട് നമുക്ക് ഉണ്ടാക്കാം. അത് മനസ്സിലായോ? നിങ്ങളെ കുഞ്ഞിക്കൂനൻ സിനിമ കണ്ടില്ലേ നിങ്ങള്? അതിന് പറയില്ല, കൂനൻ എന്നാണ് പേര്. പക്ഷെ ഞാൻ എന്നെ വിളിക്കുന്ന പേര് വിമൽ കുമാർ എന്നാണ്. കേട്ടോ നിങ്ങളെ? ഏയ്, നിങ്ങൾ കേട്ടണോ? നിങ്ങൾ എന്താണ്? യെസ്, ഗുഡ് 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 ഗുഡ്, വെരി ഗുഡ്. എന്നെ വിളിക്കുന്ന പേരെന്താണ്? വിമൽ കുമാർ. അതേപോലെ ദാറ്റ് ഈസ് ഐഡന്റിറ്റി ഷിഫ്റ്റ്. അപ്പൊ വിമൽ കുമാർ എന്നാണെന്ന് പറയുമ്പോ ഞാൻ എന്നെ വിളിക്കുന്ന പേര് എങ്ങനെയാണ്? വിമൽ കുമാർ എന്നാണ്. അപ്പൊ ഒന്നിങ്ങനെ ഉഷാറാവനെ കണ്ടില്ലേ ദിലീപ്? അതേപോലെ ഞാൻ ആരാണ്? ഞാൻ അത്തരത്തിലൊരാളാണ്. ഞാൻ ഒരു ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു ടീച്ചറാണ്. ഇപ്പൊ ടീച്ചറൊന്നും ആയിട്ടില്ല, പക്ഷെ ടീച്ചർ. അപ്പൊ ആ ടീച്ചർ ആവുമ്പോ ഞാൻ എങ്ങനെയൊക്കെ നല്ല ഭാഷ സംസാരിക്കണം, നല്ല രീതിയിൽ പെർഫോം ചെയ്യണം, നല്ല സ്വഭാവക്കാരി ആവണം, ഞാനൊരു റോൾ മോഡൽ ആയിരിക്കണം.
എങ്ങനെ അവരൊക്കെ ഒരു നല്ല ടീച്ചർ എങ്ങനെ ആ നല്ല ടീച്ചർ എങ്ങനെ ആ ടീച്ചർ അതേപോലെ ദാറ്റ് ഇസ് ഐഡന്റിറ്റി ഷിഫ്റ്റ്. എവിടെ നിന്നുകൊണ്ടാണ് അവന് നമ്മൾ ഇപ്പൊ നിൽക്കുന്ന കുപ്പിത്തൊട്ടിയിൽ നിന്നുകൊണ്ട്. എങ്ങനെയാണ് ഇപ്പൊ നിൽക്കുന്ന നമുക്ക് ഒരിക്കലും അത് സാധ്യമല്ല എന്ന് കരുതുന്ന ആ ഒരു പൊസിഷനിൽ നിന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ് മനസ്സുകൊണ്ട് അയാളായി മാറുക. നമുക്ക് മനസ്സിലായി? ഇതാണ് ഐഡന്റിറ്റി ഷിഫ്റ്റ്. അതാണ് ആദ്യം സംഭവിക്കേണ്ടത്. ഫസ്റ്റ് ട്രാൻസ്ഫോർമേഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ് ആദ്യം സംഭവിക്കേണ്ടത്. അത് സംഭവിക്കണേ ഫസ്റ്റ് നമുക്ക് എന്ത് വേണം? ഒരു ബോർഡ് വേണം. എന്താണ് ആ ബോർഡിൽ ഉണ്ടാവേണ്ടത്? ഞാൻ ഇന്ന ആളായിരിക്കും. ഞാൻ ഇന്ന ആളായിരിക്കും. ഞാൻ ഇന്ന ആളായിരിക്കും. 2028 ഐടി അക്കാഡമിന്റെ പേര് എങ്ങനെയൊക്കെ നിങ്ങളെ എങ്ങനെയൊക്കെ അറിയാളോ? ഡോക്ടർ നിഷാദ് ഐടി അക്കാഡമി. ഏതാ? യെസ്, ഇതൊക്കെ പേര്. ഇങ്ങനെയാണ് എന്റെ പേരുണ്ടാവുക. ഇങ്ങനെയാണ് എന്റെ പേരുണ്ടാവുക. ഈ 3 വർഷം കൊണ്ട് എനിക്ക് നേടിയെടുക്കാനുള്ള സാധനങ്ങളാണ് ഇതെല്ലാം. ഡോക്ടർ നിഷാദ് ഐടി അക്കാഡമി. ഡിസംബർ 31 ആവുമ്പോത്തിന് ഇത് നേടുക, ഇതിൽ ക്യാമ്പസ് ഉണ്ടായിരിക്കുക എന്നാണ് എന്റെ സ്വപ്നം. എങ്ങനെ ഒരു ഐഡിയ എനിക്കില്ല. ഇനി ഇത് കണ്ടു, ഇതിനെ വരച്ചു, പിക്ചറാക്കി ഞാൻ വിട്ടു. ഇനി ഇതിനെ കുറിച്ച് ചിന്ത അല്ല. ഇനി എന്റെ ചിന്ത എന്താണ്? ഇനി ഞാൻ എന്നെ പോളിഷ് ചെയ്യാനുള്ള പണിയാണ് തുറന്നത്. നെക്സ്റ്റ് വൺ, ഈ മാസം 31 കൂടിയിട്ട് ഇത് ഞാൻ ഫിനിഷ് ചെയ്യും. എന്റെ വിഷൻ സെറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്യും. അത് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന പണി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന പോളിഷ് ചെയ്യലാണ്. ഇതിലേക്ക് എത്താനുള്ള വഴികളെ സെറ്റാക്കലാണ് പണി. അതെങ്ങനെയൊക്കെ വളരെ കുറഞ്ഞ ഷോർട്ട് പീരിയഡുകളാക്കിയിട്ട് ഞാൻ എന്റെ ദിവസങ്ങളെ മാറ്റും. എന്നിട്ട് ഞാൻ എന്റെ പണി തുടങ്ങും. ആദ്യം ഉണ്ടാവേണ്ടത് നിങ്ങൾക്ക് ഒരു ലക്ഷ്യം. ശ്രദ്ധിച്ചോ, നോട്ട് ചെയ്ത് വെച്ചോ. ഞാൻ എന്തായി മാറണം. രണ്ടാമത്തത് എന്താണ്? നിങ്ങൾ ആ ആളായി നിങ്ങൾ മാറിക്കഴിയണം. ആ ആളായിക്കൊണ്ട് നിങ്ങൾ മാറിക്കഴിയണം. നിങ്ങളുടെ സ്വഭാവം കൊണ്ടും നിങ്ങളുടെ ഗുണങ്ങൾ കൊണ്ടും നിങ്ങളുടെ പ്രവർത്തികൾ കൊണ്ടും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടും നിങ്ങളുടെ സംസാരം കൊണ്ടും നിങ്ങളുടെ പെരുമാറ്റം കൊണ്ടും നിങ്ങളുടെ ക്ഷമ കൊണ്ടും നിങ്ങളുടെ എല്ലാം കൊണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം? ആ ആളായി മാറിക്കഴിയണം. ദാറ്റ് ഈസ് ഐഡന്റിറ്റി ഷിഫ്റ്റ്. അത് നിങ്ങൾ അടുത്ത വെള്ളിയാഴ്ച ആവുമ്പോഴേക്ക് അത് സെറ്റായി വന്നാൽ ഞാൻ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് വിഷന്റെ വിഷ്വലൈസേഷൻ ഉള്ള രൂപം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അടിപൊളിയായിട്ട്, സൂപ്പറായിട്ട് നിങ്ങൾ വന്നാൽ മാത്രം. അങ്ങനെ ഈ മാസം ഞാൻ എന്റെ വിഷൻ സെറ്റ് ചെയ്യുന്നതിന്റെ കൂടെ നിങ്ങൾ നിങ്ങളുടെ വിഷനും സെറ്റ് ചെയ്യണം. നമ്മൾ ഒന്നിച്ചാണ് യാത്ര. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും വിജയിക്കാം. ഞാൻ എന്തായാലും വിജയിക്കും, അതെനിക്ക് ഉറപ്പാ. നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ എന്റെ കൂടെ കൂടാം. ഞാൻ അത്ര പറയും. അപ്പോ അടുത്ത വെള്ളിയാഴ്ച 8 മണിക്ക്, കൃത്യം 8 മണിക്ക്. ഓക്കെ, അപ്പൊ അങ്ങനെ ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, താങ്ക് യു. കൂടെ തന്നെ കാണൂല. ഓക്കെ.